സകലത്തെയും ഉള്ളം കയ്യിൽ വഹിക്കുന്ന മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യയിൽ പല ഭവനങ്ങളിലായിരുന്ന ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അവിടുത്തെ ആലയത്തിൻ്റെ അങ്കണത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ കൂട്ടിവരുത്തിയ ആ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരാധ്യനായ പിതാവേ, സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദപീഠവും ആയിരിക്കാൽ അവിടുത്തെ പാദപീഠത്തിൽ അവിടുത്തെ മക്കളെന്ന അവകാശത്തോടെ കടന്നു വരുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയിരിക്കുന്ന ആയുസ്സനായിട്ട് ആരോഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനാമായ ഈ നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ നോമ്പ് നോക്കുവാൻ, കൂടുതൽ തേജസ്സോടുകൂടി ദൈവസന്നിധിയിലേക്ക് നടന്നെടുക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയതിനായിട്ട് ഞങ്ങൾക്കായിട്ട് തുറന്നു തന്നിരിക്കുന്ന ഈ ദേവാലയത്തിൽ കർത്താവെ, അവിടുത്തെ ആത്മാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾ അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളുടെ തലമുറകളെ അതിന് കാരണക്കാരാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളോടൊപ്പമായിരിക്കുന്ന അഭിഷിക്തന്മാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഏലിയാവിൽ നിന്ന് എലീശയിലേക്ക് പകർന്ന ഇരട്ടി ആത്മാവിൻ്റെ ശക്തി കൊണ്ട് അവിടുത്തെ അഭിഷിക്തന്മാരെ കർത്താവ് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന് തലകളെ വണക്കിയിരിക്കുന്ന ഓരോരുത്തരെയും വ്യക്തികളായിട്ട്, കുടുംബങ്ങളായിട്ട് അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ആശങ്കകളുണ്ട്, ജീവിതത്തിൽ പല ചോദ്യങ്ങളുമുണ്ട് കർത്താവെ. എങ്കിലും എന്നെ അന്വേഷിക്കുന്നവന് ഒരു നാളും ഒന്നിനും കുറവില്ല എന്നുള്ള അവിടുത്തെ സ്നേഹത്തിൻ്റെ മുൻപിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നും ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്നുള്ള അവിടുത്തെ ശബ്ദം കേട്ട് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്ത ഞങ്ങളുടെ കുടുംബങ്ങളിൽ യഹോവ ശാലോം, സമാധാനത്തിൻ്റെ നാഥനെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലം ക്ഷയിച്ചു പോയി, ഞങ്ങൾ സാമ്പത്തികമായിട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ യഹോവ എൽ ഷർദായി, ശക്തീകരിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ രോഗങ്ങളെ അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗികളെ അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യഹോവ റാഫ, സൗഖ്യദായകനെ, ഞങ്ങളുടെ രോഗികളെ കർത്താവ് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന ഓരോരുത്തരും കർത്താവെ, നസ്രത്തിലെ കുടുംബം പോലെ വിശുദ്ധിയുള്ള മാതൃകയുള്ള കുടുംബം നയിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളുടെ ഇടയിൽ വന്ന് വസിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഏറ്റക്കുറച്ചിലുകൾ, സ്വരച്ചേർച്ചയില്ലായ്മകൾ ഒക്കെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നീക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനമായിട്ട് കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ അങ്ങ് തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ജോലിക്കായിട്ട് പോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്, പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. ഈ പരീക്ഷാ കാലഘട്ടത്തിലൊക്കെ കർത്താവെ, തിരുസാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം കൃപയ്ക്കുള്ളിൽ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന മാതാപിതാക്കളെ അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നരയുള്ള കാലത്തോളം ഞാൻ നിന്നെ ചുമക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവനെ, ബലം നിന്നിലുള്ള മനുഷ്യനാണല്ലോ ഭാഗ്യവാൻ. കർത്താവ് ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി ഞങ്ങളുടെ മാതാപിതാക്കളെ നയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ. നയിക്കുന്ന കർത്താവെ, എല്ലാ അഭിഷിക്തന്മാരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്നവർ, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ എല്ലാവരെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അല്പസമയം ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലിരിക്കട്ടെ. വചനം അവിടുത്തേതാകുന്നു, വചനം വേർതിരിക്കുന്നത് അവിടുത്തെ പരിശുദ്ധാത്മാവാകുന്നു, വചനം ശ്രവിക്കുന്നത് അവിടുത്തെ ജനവുമാകെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യമേ ഞങ്ങളുടെ ഇടയിൽ വന്ന് നിറയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആദിയിൽ ഏദനിൽ മനുഷ്യനെ മണ്ണുകൊണ്ട് കുഴച്ച് നിർമ്മിച്ചവനായ ദൈവം, എന്നാൽ മനുഷ്യൻ ആ മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കിയ താൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അതിനുശേഷം പുത്രൻ തമ്പുരാനെ തന്നെ ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്ന തേജസ് വീണ്ടെടുക്കുവാനായിട്ട് യഹോവയാം ദൈവം അയക്കുകയുണ്ടായി. വീണ്ടും ഇന്ന് അന്ധനായവൻ്റെ മുൻപിൽ തുപ്പൽ കുഴച്ച് ചെളിയുണ്ടാക്കി ആദിയിൽ പിതാവ് മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ ആ അന്ധൻ്റെ കണ്ണിൽ തുടച്ചിട്ട് അവനോട് കർത്താവ് പറയാണ്, നീ കാഴ്ച പ്രാപിക്കുക എന്ന്. ഇത് സ്വീകരിച്ച ആ അന്ധനായ മനുഷ്യൻ അവൻ്റെ കണ്ണ് തുറന്ന് പലരും അവനോട് പലതും ചോദിച്ചു. അവൻ മറുപടിയായി പറഞ്ഞു, എനിക്കൊന്നറിയാം, ഞാൻ അന്ധനായിരുന്നു, എന്നാൽ എനിക്ക്
ഇപ്പോൾ കാഴ്ചശക്തിയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളുടെ ആത്മീയ യാത്രയിലൊക്കെയും ഈ ഒരു വർഷക്കാലം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനും നമ്മെ തന്നെ നമ്മിലേക്കൊന്ന് നോക്കുവാനും പരിശുദ്ധമായ നോമ്പുകാലം വന്നെത്തിയിരുന്നു. ഈ ദിവസത്തെ വേദവചനങ്ങളിൽ കൂടിയൊക്കെ സഞ്ചരിച്ചിട്ട് എന്നിൽ ഞാൻ അന്ധനായിരുന്നു, എന്നാൽ ഈ ദിവസങ്ങളിൽ കൂടി കടന്നു പോയപ്പോൾ ഞാൻ പുതിയ കാഴ്ചയുള്ളവനായി തീർന്നു എന്ന് പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുവെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ സുവിശേഷ യോഗങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമുണ്ടായിത്തീരുന്നത്. പരിശുദ്ധമായ നോമ്പിൻ്റെ ദിവസങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും തന്നെ നോമ്പുകാരാണ്, അല്ലെ? നമ്മൾ ഓരോരുത്തരും നോമ്പുകാരാണ്. എന്താണ് നോമ്പ്? എന്താണ് നോമ്പ്? നോമ്പ് ജയത്തിൻ്റെ അടയാളവും ശത്രുവായ സാത്താന് നേരെയുള്ള തോൽക്കാത്ത ആയുധവുമാണ്. നോമ്പ് ജയത്തിൻ്റെ അടയാളവും ശത്രുവായ സാത്താന് നേരെയുള്ള തോക്കാത്ത ആയുധവുമാണ്. എന്നാൽ ഞാനും നിങ്ങളും നോമ്പ് നോക്കിയിട്ട് ശത്രുവായ സാത്താനെ തോൽപ്പിക്കുവാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ ഭൗതിക ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ ദിവസങ്ങളിൽ ശത്രുവായ സാത്താനെ തോൽപ്പിക്കുവാൻ, എൻ്റെ മുൻപിൽ വരുന്ന പരീക്ഷകനെ തോൽപ്പിക്കുവാൻ വാക്കുകൾ കൊണ്ട് എന്നെ തെറ്റിക്കുന്നവൻ, പ്രവൃത്തികൾ കൊണ്ട് എന്നെ തെറ്റിക്കുന്നവൻ, ദേഷ്യം തന്ന് എന്നെ തെറ്റിക്കുന്നവൻ, ഇങ്ങനെയുള്ള തെറ്റിക്കുന്ന ശത്രുവായ സാത്താനെ തകർക്കുവാൻ ഈ ദിവസങ്ങളിൽ എനിക്കും നിങ്ങൾക്കും സാധിച്ചുവോ എന്നതാണ് നോമ്പിൻ്റെ ഒരു പ്രധാന ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ആരുടെ നോമ്പായിരുന്നു ദൈവസന്നിധിയിൽ പ്രീതിയുള്ളതായിരുന്നത്? ഓരോ നമസ്കാരത്തിൽ നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്നുണ്ട്, നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും നോമ്പിനെ കൈക്കൊണ്ടവനായ മശിഹ ഞങ്ങളുടെ നോമ്പും നമസ്കാരങ്ങളും കൈക്കൊള്ളണമേ എന്ന്. ആര് നോമ്പ് നോക്കിയാലും അതിനെ സ്വീകരിക്കാമെന്നല്ല, മറിച്ച് നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും നോമ്പിനെ കൈക്കൊണ്ടവനായ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും നോമ്പിനെ കൈക്കൊള്ളുമാറാകണം. നീതിമാനായ മോശ 40 ദിവസം ദൈവത്തോടൊപ്പം നോമ്പ് അനുഷ്ഠിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മോശ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ മോശയുടെ കയ്യിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ എഴുതിയ കൽഫലകമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മോശ മൂട് പടമിട്ട് മുഖം പൂർണ്ണമായി മൂടിയിരുന്നു. കാരണം മോശയുടെ മുഖം സൂര്യനെ പോലെ തേജസ്സുള്ളതായി തിളങ്ങിയിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ മുൻപിൽ ഒരു വലിയ ചോദ്യമുണ്ട്. നമ്മൾ ഇന്ന് 37ാമത്തെ സന്ധ്യയിലാണ് ഇരിക്കുന്നത്. ഇനി 3 ദിവസം കൂടെയുള്ള 40 ദിവസമാകാൻ എൻ്റെയും നിങ്ങളുടെയും മുഖം, എൻ്റെയും നിങ്ങളുടെയും ആത്മാവ് തേജസ്സുള്ളതായി തീരുവാൻ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് സാധിച്ചോ? അതോ ഭക്ഷണം മാത്രം വെടിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നോമ്പാ എന്ന അയലത്തുകാരോട് പറയുന്ന ഒരു നോമ്പായിരുന്നോ ഈ ദിവസങ്ങളിൽ അത്രയും അനുഷ്ഠിച്ചു പോന്നത്? 2, ഏലിയാവ് നോമ്പ് നോറ്റ് ആകാശത്തെ തുറക്കുവാനും ആകാശത്തെ അടയ്ക്കുവാനുമുള്ള ശക്തി ഏലിയാവ് സ്വീകരിച്ചതുപോലെ സ്വർഗീയമായതിനെ, ആ സ്വർഗീയമായ സന്തോഷത്തെ തൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചുവോ? ഏലിയാവിൻ്റെ അടുക്കിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു രഥം ഇറങ്ങി വന്നതുപോലെ കൃപകൾ ഇറങ്ങി വന്ന് പ്രാപിക്കുവാൻ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് സാധിച്ചോ? നോമ്പ് അത്ഭുതങ്ങളെ കാണാനല്ല, നോമ്പ് അടയാളങ്ങളെ കാണാനല്ല, മറിച്ച് കൃപമേൽ കൃപ പ്രാപിക്കാനാണെന്ന് ഏലിയാവ് ദീർഘദർശി നമ്മുടെ മുൻപിൽ നിന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. ദാനിയേൽ നോമ്പ് നോറ്റു. ദാനിയേൽ നോമ്പ് നോറ്റ് സിംഹത്തിൻ്റെ കുഴിയിൽ സിംഹത്തെ പോലും നോമ്പ് പഠിപ്പിച്ചു എന്ന് തിങ്കളാഴ്ചയുടെ നമസ്കാരത്തിൽ തന്നെ നമ്മൾ ചൊല്ലുന്നുണ്ട്. തുടർച്ചയായ ദിവസങ്ങളോടൊപ്പം തന്നെ തിങ്കളാഴ്ച സന്ധ്യയിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്, ദാനിയേലും നോമ്പ് നോറ്റ് സിംഹത്തെ പോലും നോമ്പുള്ളവനാക്കി മാറ്റി. ഞാനും നിങ്ങളും നോമ്പ് നോക്കിയിട്ട് സിംഹത്തെ പോലെ നമ്മളോട് പൊരുതുന്നവരോട്, സിംഹത്തെ പോലെ നമ്മളെ പരീക്ഷിക്കുന്നവരോട്, അവരെ പോലും എൻ്റെ ജീവിതത്തിൻ്റെ മാതൃക കണ്ട് മറ്റുള്ളവർ കൂടി നോമ്പ് നോക്കാൻ എനിക്ക് സാധിച്ചോ? എന്തായിരുന്നു ദാനിയേലിൻ്റെ പ്രത്യേകത? ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിയിലേക്ക് രാജാവ് എറിഞ്ഞു. എന്നിട്ട് രാജാവ് അതിദുഃഖത്തോടു കൂടിയാണെങ്കിലും തൻ്റെ അരമനയിലേക്ക് പോയി. പിറ്റേ പ്രഭാതത്തിൽ രാജാവ് വന്ന് ദാനിയേലിനോട് ചോദിക്കുകയാണ്, ദൈവത്തിൻ്റെ പുരുഷനായ ദാനിയേലേ, നിന്റെ ദൈവം സിംഹത്തിൻ്റെ വായിൽ നിന്ന് നിന്നെ വിടുവിച്ചുവോ? നമ്മളിൽ ആരാണെങ്കിലും നമ്മളെ സിംഹത്തിൻ്റെ കുഴിയിലേക്ക് തള്ളിവിടുന്നവനോട്, നമ്മളോട് ദേഷ്യപ്പെടുന്നവനോട്, നമ്മളെ പഴിക്കുന്നവനോട്, നമ്മളെ വെറുക്കുന്നവനോട് എങ്ങനെയായിരിക്കും നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കുക? എന്നാൽ ദാനിയേലാകട്ടെ മറുപടി
മറുപടിയായിട്ട് പറയുകയാണ്, രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ എന്ന്. തന്നെ ഉപദ്രവിച്ച, തന്നെ സിംഹത്തിന്റെ കുഴിയിലേക്ക് തള്ളിയിട്ടവനെ പോലും അനുഗ്രഹിക്കുന്ന ദാനിയേലിനെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയായിരുന്നു നീതിമാന്മാരും പുണ്യവാന്മാരും നോമ്പ് നോറ്റത്. ഹാനനിയ പൈതങ്ങൾ നോമ്പ് നോറ്റ് അവർ അഗ്നിയിലേക്ക് എറിയപ്പെട്ടില്ല എന്നല്ല വേദപുസ്തകം പറയുന്നത്. അഗ്നിയുടെ നടുവിൽ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ അവർക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, നോമ്പും പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ നടത്തിയിട്ട് നിനക്കെന്ത് ലഭിച്ചു എന്ന് മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികളില്ല എന്നല്ല. ദാവീദ് പറഞ്ഞതുപോലെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് പറയുവാൻ തക്കവണ്ണം വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വളരുവാൻ ഈ നോമ്പ് കാലം മുഖാന്തിരമാകണം. എന്നാൽ പലപ്പോഴും നമ്മുടെ ഈ നോമ്പിൻ്റെ എഫക്റ്റ് എത്ര നാളുണ്ടായിരിക്കും? ഈ 40 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ നോമ്പ് അങ്ങ് ശക്തി പ്രാപിക്കും. അവസാനത്തെ 2 ആഴ്ച ഓശാനയും കൂടെ കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടെ അങ്ങ് ഉന്നതിയിലെത്തും. പക്ഷേ ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിയുന്നതനുസരിച്ച് നമ്മുടെ നോമ്പിൻ്റെ എഫക്റ്റ് ഇങ്ങനെ കുറഞ്ഞു വരിക. ചെറുപ്പകാലത്തിൽ പാമ്പും കോണിയും കളിച്ചിട്ടുള്ളവരാണ് നമ്മളല്ലേ? ഈ പാമ്പും കോണിയും കളിച്ച് അങ്ങ് 99 എത്തി നിൽക്കും. എന്താ 99 എത്തുമ്പോൾ വലിയൊരു പാമ്പ് ഇരിപ്പുണ്ട്. ഒറ്റയടിക്ക് അത് എവിടെ കൊണ്ടുവരും? തിരിച്ച് 1 അല്ലെങ്കിൽ 2 കൊണ്ടുവരും. ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെ ആത്മീയ ജീവിതം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത വർഷത്തെ നോമ്പിന് വേണ്ടി കാത്തിരിക്കും, വീണ്ടും ആദ്യം തൊട്ട്. എന്നാൽ ഈ പ്രകൃതി പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്, മരങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. കാലാകാലങ്ങളിൽ മരങ്ങൾ അതിൻ്റെ പഴുത്ത ഇലയെ പൊഴിച്ചു കളയും. എന്നിട്ട് എന്തിനു വേണ്ടിയാണ്? ഒരു പുതുക്കത്തിന് വേണ്ടി. നമ്മൾ കണ്ടു, ഇന്ന് മഴ പെയ്തു, പ്രകൃതിയെല്ലാം ആ ഒരു മരത്തിൻ്റെ പുതിയ നാമ്പുകളെ വിരിയിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. ഇതാണ് നോമ്പുകാലം. നോമ്പുകാലത്തിലെ വചനം ഒരു മഴ പോലെ നമ്മളെ ഓരോരുത്തരെയും നനയ്ക്കണം. പുതുമഴയുടെ പ്രത്യേകത എന്താണ്? പുതുമഴ നനഞ്ഞു കഴിയുമ്പോൾ ഉണങ്ങിക്കിടക്കുന്ന വിത്തുകളൊക്കെ കിളിർക്കും. വചനം എൻ്റെ ഹൃദയത്തിലേക്ക് കയറി, കർത്താവേ, എൻ്റെ ഉണങ്ങിക്കിടക്കുന്ന കൃപകളെ ഒന്ന് മുളപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോൾ മാത്രമാണ് വചനം നമ്മളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നത്. ഉണങ്ങിയിരിക്കുന്ന, പഴുത്തിരിക്കുന്ന എൻ്റെ സ്വഭാവങ്ങൾ, എൻ്റെ ദേഷ്യം, എൻ്റെ എടുത്തുചാട്ടം, ഇവയൊക്കെ ഒന്ന് അടർത്തി മാറ്റുവാൻ കാലത്തോട് കാലം ചെയ്യുമ്പോൾ ഞാൻ എന്ന വ്യക്തിയെ സർവീസ് ചെയ്യാനാണ് പരിശുദ്ധ സഭ നോമ്പ് എന്ന് പറയുന്ന ഒരു വലിയ ആയുധം നമ്മുടെ കയ്യിൽ വെച്ച് തന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ നമസ്കാരത്തിൽ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് നോറ്റു, അവൻ ആകൽ കറുസായെ ജയിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ, അനന്തരം അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തിയെന്നാണ്. പൈശാചികന്റെ പരീക്ഷണത്തെ അതിജീവിക്കുവാൻ കർത്താവ് തമ്പുരാൻ പരിശുദ്ധാത്മാവിനാൽ നേടിയെടുത്തതുപോലെ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ആത്മാവെ, എന്നിലൊരു മാറ്റം, എൻ്റെ ദേഷ്യത്തിനൊരു മാറ്റം, എൻ്റെ സങ്കടങ്ങൾക്കൊരു മാറ്റം, എൻ്റെ വാക്കുകൾക്കൊരു മാറ്റം, എൻ്റെ നോട്ടത്തിനൊരു മാറ്റം, ഇവയുണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ വെറും ഇതൊരു ആവർത്തനക്കാർ മാത്രമായിട്ട് ചുരുങ്ങിപ്പോകുകയാണ്. ഈ ഒരു ആവർത്തനം എന്നതിനേക്കാൾ ഉപരിയായി എൻ്റെ ആത്മീയ ജീവിതത്തിൽ ചിറക് വെച്ച് ഉയരുവാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, നോമ്പിൻ്റെ ആവശ്യമുണ്ടോ? പ്രാർത്ഥിച്ചാൽ പോരെ? എന്നാൽ നോമ്പിൻ്റെ നമസ്കാരത്തിൽ നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്നുണ്ട്, പ്രാർത്ഥനയാൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് നടന്നെടുക്കുന്നുവെങ്കിൽ നോമ്പും ഉപവാസവുമാകുന്ന 2 ചിറകുകൾ കൊണ്ട് ദൈവസന്നിധിയിലേക്ക് പറന്നെടുക്കുവാൻ ഓരോ വിശ്വാസിക്കും സാധിക്കുമെന്ന് പരിശുദ്ധ നോമ്പിൻ്റെ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്. എന്നാൽ നോമ്പ് കൊണ്ട് എനിക്കെന്താണ് പ്രയോജനം? 1, എൻ്റെ ആത്മശരീരത്തെ ശുദ്ധീകരിക്കുവാൻ നോമ്പ് ഒരു മുഖാന്തരമാണ്. 2, ചൊവ്വാഴ്ചയുടെ ഉച്ച നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്, വെടിപ്പോടെ നോമ്പ് നോക്കുന്നവൻ്റെ തലമുറ മാലാഖമാരോടൊപ്പം കലർന്നിരിക്കുന്നു എന്ന്. വെടിപ്പോടെ നോമ്പ് നോക്കുന്നവൻ്റെ തലമുറ മാലാഖമാരോടൊപ്പം കലർന്നിരിക്കുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, നോമ്പ് ഒരു ക്രിയയായി മാറരുത്, ആത്മശരീര ശുദ്ധീകരണത്തിന് മുഖാന്തരമായ ഒരു അവസരമായി കാണണം. അല്ലെങ്കിൽ നാമും ആ പഴയ ഇസ്രായേൽ ജനത്തെ പോലെയായി മാറും. എന്താണ് പഴയ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രത്യേകത? അവർക്ക് എപ്പോഴും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തുമാത്രം മതി?
എന്തുമാത്രം മതി? അത്ഭുതങ്ങൾ മതി. അവർക്ക് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അടയാളങ്ങൾ മാത്രം മതി. അവർക്ക് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മന്ന മാത്രം മതി. അവർക്ക് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കാടപ്പക്ഷി മാത്രം മതി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുക, എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് വേണ്ടത്? പരിശുദ്ധ അമ്മയെ ദൂതൻ ഇറങ്ങി വന്ന് വിളിച്ചു, കൃപ നിറഞ്ഞവളെ എന്ന്. എന്നെയും നിങ്ങളെയും ദൂതൻ ഇറങ്ങി വന്ന് കൃപ നിറഞ്ഞവരെ എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ലോകത്തിൻ്റെതായ കാര്യങ്ങളെ നേടുവാനായിട്ടാണോ എൻ്റെ ഈ ഓട്ടം അത്രയും എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന നിമിഷം, പഴയ ഇസ്രായേലിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതൂണായിട്ടും ഇസ്രായേലിനെ വഴി നടത്തിയ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം തൻ്റെ ജനത്തിൻ്റെ വസ്ത്രം ജീർണിക്കാതെയും തൻ്റെ ജനം തളർന്നു പോകാതെയും അനുദിനം ശ്രദ്ധയോടുകൂടി ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം അവരെ വീക്ഷിച്ചു. അവരെ ഓരോ ദിവസവും അവരെ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊടുത്ത് അവരെ നടത്തിയിട്ടും ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാത്ത ദിവസങ്ങളിൽ അവർ പലപ്പോഴും യഹോവയാം ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ മോശയ്ക്ക് ശേഷം ഇസ്രായേലിനെ നയിച്ചവനായ യോശുവ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ യോശുവ പ്രവാചകൻ അവരോട് പറയുകയാണ്, അത്ഭുതങ്ങൾ അന്വേഷിക്കുന്ന, അടയാളങ്ങൾ അന്വേഷിക്കുന്ന ജനത്തോട് യോശുവ പ്രവാചകൻ പറയുകയാണ്, ഈ വഴിക്കു നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ. പിന്നെ യോശുവ തൻ്റെ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, എന്നാൽ യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. അത്ഭുതങ്ങള്, അടയാളങ്ങള്, ആവശ്യങ്ങള്, ആവലാദികള്, വേവലാദികള് ഒക്കെ നമുക്കുണ്ട്. നമ്മളോട് ഈ സന്ധിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിന്തയ്ക്കായിട്ട് വേർതിരിച്ചു തന്നിരിക്കുന്ന വാക്യമാണ്, ഈ വഴിക്കു നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ. പിന്നെ യോശുവ തൻ്റെ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. ഈ നോമ്പിൻ്റെ അവസരത്തിൽ പ്രിയമുള്ളവരെ, നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ തയ്യാറാണോ? എങ്ങനെയാണ് നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ടത്? വരുന്നവരെല്ലാം പറയും, എന്ത്? നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. എന്നാൽ എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തില് യേശു തമ്പുരാൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പ്രസ്താവിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു എന്ന്. ഞാൻ നിങ്ങളോട് പ്രസ്താവിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു. ഈ വചനം എന്ന് പറയുന്നത് കേൾക്കുക മാത്രമല്ല, ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുവെങ്കിൽ മാത്രമാണ് വചനം നമ്മളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നത്. പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ തെസ്സലോനിക്കരോടായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളോട് പ്രസ്താവിക്കുന്ന വചനം മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ദൈവത്തിന്റെ വചനമായി നിങ്ങൾ സ്വീകരിച്ചാൽ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യും. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും. ഞാൻ നിന്നെ അയക്കുമെന്ന് പറഞ്ഞാൽ അവൻ അയച്ചിരിക്കും. ഞാൻ നിന്നെ പണിയുമെന്ന് പറഞ്ഞാൽ അവൻ നിന്നെ പണിതിരിക്കും. ഞാൻ നിന്റെ കണ്ണുനീർ തുടയ്ക്കുമെന്ന് പറഞ്ഞാൽ അവൻ തുടച്ചിരിക്കും. അതിന് ഞാൻ സാക്ഷി. കാരണം ഈ പള്ളിയുടെ ഈ വർഷത്തെ പെരുന്നാളിന്റെ ഈ ഫ്ലോറിങ് നടക്കുന്ന സമയത്ത് ഈ ദേവാലയത്തിന്റെ മുന്നിൽ കൂടെ കടന്നു പോയപ്പോൾ ഇവിടെ വരാൻ ഒരു അവസരം കിട്ടി. അന്ന് ഇവിടെ ഫ്ലോറിങ് നടക്കുകയാണ്, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമ്മിറ്റിക്കാരുണ്ട്. അന്ന് ഈ അച്ഛനായിരുന്നില്ല, വേറൊരു അച്ഛനായിരുന്നു, പ്രായമുള്ള അച്ഛനായിരുന്നു. അപ്പൊ അച്ഛൻ വാതുക്കൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഈ നടയുടെ അവിടെ എത്തിയിട്ട് ഞാൻ തിരിഞ്ഞു നിന്നിട്ട് വെറുതെ മനസ്സിൽ പറഞ്ഞു, കർത്താവേ, എന്നാ ഇവിടെ ഒന്ന് വന്ന് ദൈവത്തിന്റെ വചനം പറയാൻ സാധിക്കുന്നത്? മാസങ്ങളെ കഴിഞ്ഞുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിന്റെ വചനം അയക്കുന്നവരുടെ അടുക്കിലേക്ക് പോകേണ്ടതുണ്ടെന്ന് ദൈവത്തിന്റെ ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യുക എന്നത് അപ്പൻ്റെ ആവശ്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ടല്ലേ ദൈവം നമ്മളെ നടത്തുന്നത്. നമ്മൾ ആയിരിക്കേണ്ടതിനേക്കാൾ എത്രയോ യോഗ്യത തന്നല്ലേ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. ബാല്യത്തിൽ ഓർത്തോ ഇത്രയും നല്ല ജീവിതത്തെ ആസ്വദിക്കാൻ സാധിക്കുമെന്ന്? അന്ന് ഓടിയാണ് ഈ പള്ളിയിൽ വന്നത്. എന്നാൽ ഇന്ന് ഞാൻ സുഖമായിട്ട് എൻ്റെ വണ്ടിയിലാണ് പള്ളിയിൽ വന്നത്. എൻ്റെ യൗവനത്തിൽ എനിക്ക് വഴികാട്ടിയ ദൈവം, എനിക്ക് കുടുംബജീവിതം ആഗ്രഹിച്ചവ തന്ന ദൈവം, എനിക്ക് മക്കളെ തന്ന ദൈവം, എനിക്ക് ഭവനം തന്ന ദൈവം, എനിക്ക് ജോലി തന്ന ദൈവം, ഈ ദേശത്ത് മാനിച്ച ദൈവം, ഈ ദേശത്ത് തലയുയർത്താൻ അവസരം നൽകിയ ദൈവം, ഈ ദൈവം അത്രേ നമ്മുടെ ദൈവം. കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. എങ്ങനെ? ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. തലമുറയുടെ മുൻപിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരല്ല, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരാകണം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായത്തില് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്, വചനം കേട്ട് നിങ്ങളെ തന്നെ ചതിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. വീണ്ടും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായത്തില് പ്രവാചകൻ നമ്മളോട് പറയുന്നുണ്ട്,
ദൈവത്തിൻ്റെ വചനമോ അത് തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനമാകുന്ന തീയ് എത്രയോ ദിവസങ്ങളായിട്ട് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ കൂടി കയറി ഇറങ്ങുക. കേട്ടിട്ട് പോകുമ്പോൾ ഒരു മാർക്കിടും. ഇനിയിപ്പോൾ നാളെ ഒരു ഗ്രാഫ് വെച്ച് ഓരോരുത്തർക്കും മാർക്കിടുന്നതല്ലാതെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ വചനത്തെ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? വചനം അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? എന്നാൽ പലപ്പോഴും കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും നാളെ തൊട്ട് ചെയ്യണം, എന്നാൽ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. എന്താ കാരണം? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57 അധ്യായം 15 വാക്യം പറയുന്നുണ്ട്, ഉന്നതനും ശാശ്വതവാസിയും മഹാപരിശുദ്ധനുമായ ഞാൻ താഴ്മയും മനസ്താപവും ഉള്ളവനാകയാൽ താഴ്മയുള്ളവരുടെയും മനസ്താപമുള്ളവരുടെയും ഹൃദയത്തിൽ മാത്രമാണ് വസിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം, മോശയുടെ കൈകളിൽ മോശ ഏറ്റുവാങ്ങിയ വചനം, മോശ ഏറ്റുവാങ്ങിയ കൽഫലകം നമ്മളിൽ എവിടെയാണ് ഇരിക്കുന്നത്? പുത്തൻ ഇസ്രായേലായ നമ്മുടെ മാംസളമായ ഹൃദയത്തിലാണ് ഇരിക്കേണ്ടത്. 2 കൊരിന്ത്യർ 3 അധ്യായം 4 വാക്യം നോക്കിക്കോ. പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ, കൽഫലകങ്ങളിലല്ല, മാംസളമായ ഹൃദയത്തിൽ അത്രേ ഇരിക്കേണ്ടതെന്ന്. ഇങ്ങനെയാണ് 3 അധ്യായത്തിന്റെ 2 വാക്യം പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രമാണെന്നും നിങ്ങളെ കൈകൊണ്ടല്ല എഴുതിയിരിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടത്ര എഴുതിയിരിക്കുന്നത്. കൽപ്പലകകളിലല്ല എഴുതിയിരിക്കുന്നത്, മാംസളമായ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ വചനമേ എൻ്റെ ഹൃദയത്തിൽ ഇരിക്കണമേ. എനിക്ക് ദേഷ്യം വരുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ ദൈവത്തിന്റെ വചനമേ ക്രിയ ചെയ്യണമേ. എൻ്റെ എടുത്തുചാട്ടത്തിൽ, എൻ്റെ അസൂയയിൽ, മറ്റുള്ളവരുടെ ഉയർച്ചയിലുള്ള എൻ്റെ ബുദ്ധിമുട്ടിൽ ദൈവത്തിന്റെ വചനമേ എന്നെ തണുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. കാരണം ഇവയെല്ലാം ദൈവം തമ്പുരാൻ നമ്മുടെ കയ്യിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. ഇവയെല്ലാം കാനായിലെ കല്യാണ വിരുന്നിലാണ് നമ്മൾ പരിശുദ്ധ നോമ്പിന്റെ ആദ്യത്തെ ഞായർ അല്ലേ, ശുഭക്കോനോയ്ക്ക് ശേഷം ഒരു കല്യാണ വിരുന്നിലാണ് നമ്മൾ നോമ്പ് ആരംഭിക്കുന്നത്. അവിടെ ഇത്രമാത്രമാണ് പറയുന്നത്, ഒഴിഞ്ഞ കൽഭരണികളെ നിറയ്ക്കുക എന്ന്. എംപ്റ്റിനെസ് ഈ നോമ്പിലും നമ്മൾ നേടിയെടുക്കേണ്ടത് ആ ഒരു എംപ്റ്റിനെസ് ആണ്. ഞാനെന്ന ഭാവം, ഞാനെന്ന നിഗളം, അസൂയ, എൻ്റെ ദേഷ്യമൊക്കെ കളഞ്ഞ് കർത്താവിൻ്റെ സ്ഥിരസന്നിധിയിൽ എംപ്റ്റി ആയിട്ട് വന്നെങ്കിൽ മാത്രമേ ദൈവം എന്നെ നിറയ്ക്കുകയുള്ളൂ എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം. 2, കുഷ്ഠരോഗിയോട് നിനക്ക് ശുദ്ധനാകാൻ മനസ്സുണ്ടോ? നോമ്പിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ പഴുപ്പിനെ എടുത്തു കളയാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് അത്ഭുതം വേണം, നമ്മുടെ കാര്യങ്ങൾ നടക്കണം, അതിന് നമ്മൾ എന്ത് ചെയ്യും? നോമ്പാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ കാണാം, ആരും പഴുപ്പ് ഞെക്കിക്കളയുന്നില്ല. എന്തു ചെയ്യാണ്? മുറിവിന്മേൽ വീണ്ടും എണ്ണ വെച്ച് കെട്ടുകയാണ്. നമ്മുടെ നോമ്പ് പലപ്പോഴും എങ്ങനെയാണ്? വീണ്ടും ആയിരിക്കുന്ന അവസ്ഥയിൽ എണ്ണ വെച്ച് കെട്ടുകയാണ്. എന്നാൽ എൻ്റെ ഉള്ളിലെ പഴുപ്പിനെ തിരിച്ചെടുത്ത് കളയുവാൻ എനിക്ക് സാധിക്കണം. ആവർത്തന പുസ്തകം 30 അധ്യായം 19 വാക്യത്തില് മോശ ഇസ്രായേൽ ജനത്തോട് പറയാണ്, നമ്മെപ്പോലെ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ തേടി നടക്കുന്ന ഇസ്രായേൽ ജനത്തോട് മോശ പറയാണ്, ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഇതാ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാൻ ഇന്ന് സാക്ഷി വെക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന് യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്കുകേട്ട് അനുസരിക്കുകയും അവനോട് ചേർന്ന് പ്രവാചകന്റെ പുസ്തകം ജീവനെ തന്നെ തിരഞ്ഞെടുത്തു കൊള്ളുക. നമ്മളോട് പറയുകയാണ്, അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയ അനുഗ്രഹം നമുക്കും നമ്മുടെ തലമുറയ്ക്കും ഉണ്ടാകേണ്ടതിന് നമ്മളാണ് കാരണക്കാർ. കാരണം 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജീവനും മരണവും 1, അനുഗ്രഹവും ശാപവും 2. ഇത് 2ഉം നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുകയാണ്. നമ്മളോട് പറയാണ്, ഇത് 2ഉം നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു, തിരഞ്ഞെടുത്തു കൊള്ളുക. വീണ്ടും ആവർത്തന പുസ്തകം 30 അധ്യായം 19 വാക്യം, ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഇതാ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും സാക്ഷി വെച്ചിരിക്കുന്നു. ഈ സന്ധ്യയിൽ നമ്മളോട് പറയാണ്, ഇതാ നിങ്ങളുടെ മുൻപിലാണ് വെച്ചിരിക്കുന്നത്. നമ്മളെല്ലാത്തിനും എന്താ മേളിലോട്ട് നോക്കിയിരിക്കുകയാണ്. എന്നാൽ കർത്താവ് പറയാണ്, ഇത് നമ്മുടെ മുൻപിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിൽ തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് ജീവനും മരണവും, 2ഉം നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? ജീവനും മരണവും ഇതാ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്നു. നമ്മൾ എന്തിനെ തിരഞ്ഞെടുക്കും?
ജീവനെ തിരഞ്ഞെടുക്കും. ഇത്രയും രണ്ടുപേർക്ക് മതിയോ ജീവൻ? ജീവനും മരണവും ഇതാ മുൻപിൽ വെച്ചിരിക്കുന്നു. ആരെ തിരഞ്ഞെടുക്കും? ആരെ തിരഞ്ഞെടുക്കും? എനിക്ക് ജീവൻ മതി അല്ലെ, ഒത്തിരി കാര്യങ്ങൾ തീർക്കാനുണ്ട്, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ തീർക്കാനുണ്ട്. ഇങ്ങനെ ജീവനെ തിരഞ്ഞെടുത്തിട്ട് പലപ്പോഴും പലതും സാധിക്കാതെ നമ്മൾ നമ്മുടെ കല്ലറകളിലൊക്കെ പോകാറില്ലേ, നമ്മുടെ പിതാക്കന്മാരുടെ കല്ലറകളിലൊക്കെ പോകാറില്ലേ? അവർ നമ്മളോട് മൗനമായി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഖബർ തുറന്നു നിരീക്ഷിക്കാം, വീരന്മാരും സുന്ദരരും നിശേഷം നാശം പൂണ്ടു, അവരയ്യോ മണ്ണായി. കർത്താവേ സഹതാപം നിൻ പ്രതിരൂപത്തോട് തോന്നണമേ. ഖബറിങ്കലേക്ക് പോയി നോക്കുക, നമ്മളെക്കാൾ വീരന്മാരാണ്, നമ്മളെക്കാൾ സുന്ദരന്മാരാണ്, നമ്മളെക്കാൾ ജ്ഞാനികളാണ്. അവർ നമ്മളോട് പറയുക നിങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരായിരുന്നു, പക്ഷെ ഒരിക്കൽ നമ്മൾ ഈ ലോകം വിട്ടു പോകേണ്ടവരാണ്, നിത്യജീവൻ അവകാശികളാകേണ്ടവരാണ്. അതിനുള്ള ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായോ? ഈ കഴിഞ്ഞ കോവിഡ് കാലത്തില് എത്രയോ നീതിമാന്മാർ നീക്കപ്പെട്ടു അല്ലേ? എന്റെയും നിങ്ങളുടെയും വാതിക്കൽ കൂടി സംഹാരദൂതൻ കടന്നുപോയില്ലേ? നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും അയൽ രാജ്യങ്ങളിൽ കൂടിയൊക്കെ കടന്നുപോയി. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം മുതൽ താഴേക്ക് വായിച്ചു നോക്കണം. പൈതങ്ങളെയും യുവാക്കളെയും ഛേദിച്ച് കളയേണ്ടതിന് മരണത്തിന്റെ ദൂതൻ നിങ്ങളുടെ കിളിവാതിലുകളിൽ കൂടി കയറി നിങ്ങളുടെ അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വയലിലെ ചാണകം പോലെയും അരിപ്പിടി പോലെയും ശവങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി കിടക്കുന്നു. ആരും അവയെ കൂട്ടിച്ചേർത്തില്ല, ആരും അവയെ അടക്കിയിട്ടില്ല എന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം പറയുന്നുണ്ട്. ജീവനും മരണവും നമ്മുടെ മുൻപിൽ വെച്ചിട്ട് കർത്താവ് നമ്മളോട് ചോദിക്കുക, ഇന്ന് എന്താണ് വേണ്ടത്? നമ്മൾ പറയും ജീവനാണ് വേണ്ടത്. എവിടെയാണ് ജീവൻ ഇരിക്കുന്നത്? എവിടെയാ ജീവൻ ഇരിക്കുന്നത്? സദൃശ്യവാക്യം 18-ാം അധ്യായം 21-ാം വേദഭാഗം പറയുന്നുണ്ട്, ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലാണ് ഇരിക്കുന്നത്. ജീവനും മരണവും എവിടെയാണ് ഇരിക്കുന്നത്? ജീവനും മരണവും എവിടെ ഇരിക്കുന്നു? ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. എന്താണ് കർത്താവേ എൻ്റെ നാവിനെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തത്? നോമ്പിൻ്റെ ഓരോ യാമത്തിലെ നമസ്കാരത്തിലും നമ്മൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചൊല്ലുന്നുണ്ട്, നോമ്പുകാരാ, നോമ്പോട് ചേർത്ത് നിന്റെ നാവിനെ നീ ക്രൂശിക്കുന്നില്ല എങ്കിൽ നിന്റെ നോമ്പ് ദൈവസന്നിധിയിൽ വെറുതെയാണ്. നോമ്പുകാരാ, നിന്റെ നാവിനെ നിയന്ത്രിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ പണിയുകയും പൊളിച്ചു കളയുകയും ചെയ്യുന്നവനോട് സമനാണ്. അടുത്ത ദിവസത്തെ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്, നോമ്പുകാരാ, നോമ്പിൽ നിന്റെ നാവിനെ നിയന്ത്രിക്കാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ദുർഗന്ധം വമിക്കുന്നതായി തീരും. എന്താണ് എൻ്റെ നാവിൻ്റെ പ്രത്യേകത? യാക്കോബ് ശ്ലീഹായുടെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം പറയാണ്, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റിപ്പോകാതിരുന്നാൽ അവൻ്റെ ശരീരം മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ അവൻ ശക്തനാകുന്നു. ശക്തരായ സൽഗുണപൂർത്തയുള്ള പുരുഷനാകുന്നു അവനെന്ന്. ഒരുവന് തൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ അവൻ അവനിൽ തന്നെ വിജയം വരിച്ചിരിക്കുന്നു. താഴെ 3-ാം അധ്യായം 3-ാം വാക്യം പറയുകയാണ്, കുതിരയെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നത് പോലെ. 3-ാം അധ്യായം 4-ാം വാക്യം പറയുകയാണ്, കപ്പലിനെ ചുക്കാനിട്ട് സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാൻ കുടുംബങ്ങളിൽ, നമ്മളായിരിക്കുന്ന സമൂഹങ്ങളിൽ, നമ്മളുടെ ഇടവകകളിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ? വീണ്ടും 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം പറയുകയാണ്, നാവ് ചെറിയൊരവയവമെങ്കിലും അത് തീയാകുന്നു. ചെറിയ തീയത്രേ വലിയ കാടിനെ കത്തിക്കുന്നത്. ഒരു പൊരി തീ മതി വലിയ കാടിനെ കത്തിക്കുവാൻ. നമ്മുടെ ഭവനങ്ങളിലേക്കൊന്ന് പോകാം. ചെറിയൊരു വാക്കിനാലല്ലേ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിലേക്ക് പോകാം. ചെറിയൊരു വാക്കിനാലല്ലേ നമ്മൾ സഹോദരങ്ങളെ തമ്മിൽ ഭിന്നിക്കുന്നത്? ചെറിയൊരു വാക്കിനാലല്ലേ നമ്മൾ പരസ്പരം തോറ്റുകൊടുക്കാൻ മടിക്കുന്നത്? ചെറിയൊരു വാക്കുകളല്ലേ മറ്റുള്ളവരുടെ ഹൃദയം കീറി മുറിക്കുന്നത്? വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കർത്താവേ, ഈ നോമ്പിൻ്റെ അനുഭവത്തിൽ എൻ്റെ നാവിനെ ഒന്ന് നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കാതെ ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവസന്നിധിയിൽ പ്രീതികരമല്ല. കാരണം യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം പറയുന്നു, ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. കാരണം എന്താണ്?
നമ്മളെല്ലാം ഭക്തന്മാരാണ്. അതുകൊണ്ടാണ് ഇത്രയും മഴ പെയ്തിട്ടും മടി കൂടാതെ ഇങ്ങോട്ട് കടന്നു വന്നതല്ലേ? യാക്കോബ് ശ്ലീഹ വീണ്ടും പറയുകയാണ്, 1-ാം അധ്യായം 26-ാം വാക്യം, ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനാണെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി ദൈവസന്നിധിയിൽ വ്യർത്ഥമത്രേ. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യം. അങ്ങനെ ദേഷ്യം വരുമ്പോൾ നമ്മളോട് തന്നെ പറയണം, ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനാണെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി ദൈവസന്നിധിയിൽ വ്യർത്ഥമാണ്. എന്താണ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട്. സ്പ്ലിറ്റ് ചെയ്യുക സെന്റൻസിനെ, ആ വാക്യത്തെ സ്പ്ലിറ്റ് ചെയ്യുക. നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തവൻ ഹൃദയത്തെ വഞ്ചിക്കുന്നു. നാവിനെ നിയന്ത്രിക്കാൻ പറ്റാത്തവൻ ഹൃദയത്തെയാണ് വഞ്ചിക്കുന്നത്. നമ്മൾ നമ്മുടെ ഹൃദയത്തെ വഞ്ചിക്കുന്നു. പലപ്പോഴും ഹൃദയത്തെ വഞ്ചിച്ചിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ വന്ന് നിന്ന് പ്രാർത്ഥിച്ചാൽ സഹോദരന്മാരെ, ഒരു ഉറവയിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും വരുന്നില്ല എന്ന് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം എന്താണ്? നമ്മൾ ജീവനെ ആഗ്രഹിക്കുന്നവരാണ്. 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം കൂടാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ അധരത്തെയും കാത്തുകൊള്ളണം. ദോഷം വിട്ടകന്നോ ഗുണം ചെയ്യണം. ദോഷം വിട്ടകന്നോ ഗുണം ചെയ്യണം. ജീവനെ ആഗ്രഹിക്കുക. ഈ ഭൂമിയിൽ ജീവിക്കണമെന്നും നിത്യജീവൻ അവകാശപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ. 2, ശുഭകാലം കാണുവാൻ ഞാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ. എന്താ ശുഭകാലം? വരുവാനുള്ള നല്ല കാലം. ഫ്യൂച്ചർ ടെൻസ് ആണ്, നമ്മുടെ മക്കളുടെ കാലം അല്ലെ. ശുഭകാലം കാണുവാൻ നാം ഇച്ഛിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നാം എന്തു ചെയ്യണം? ദോഷം കൂടാതെ എൻ്റെ നാവിനെയും വ്യാജം പറയാതെ. പലപ്പോഴും നമ്മൾ വ്യാജം പറയുന്നവരാണോ? അല്ല. പക്ഷെ കേട്ടത് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് പറയും, എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. നീ ആരോടും പറയരുത്. അങ്ങനെ നമ്മൾ എത്ര പേരോട് പറയും? വ്യാജം പറയാതെ തൻ്റെ അധരത്തെയും കാത്തുകൊള്ളണം. പിന്നെ എന്തോ ചെയ്യണം? ദോഷം വിട്ടകന്നോ ഗുണം ചെയ്യണം. നോമ്പുകാരാ, നോമ്പുകാലത്ത് നിനക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? നോമ്പിൻ്റെ നീക്കിയിരിപ്പ് മാറ്റിവെച്ച് നമ്മുടെ മക്കളുടെ മുൻപിൽ മറ്റുള്ളവർക്ക് ദാനമായി അത് കൊടുക്കുവാൻ, നമ്മുടെ തലമുറയ്ക്ക് മുൻപിൽ മാതൃകയാകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്താ നമ്മുടെ ഓരോരുത്തരുടെയും കുഴപ്പം? നമ്മളെല്ലാം അതിവേഗത്തിൽ ജീവിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ ശ്രദ്ധ വെച്ചു കേട്ടു, ആരും നേരെ സംസാരിക്കുന്നില്ല, ഓരോരുത്തരും കുതിര പടയ്ക്ക് പായുന്നത് പോലെ ഓടുകയാണ്. കൊക്കും പെരിഞ്ഞാറയും മീവൽ പക്ഷിയും മടങ്ങി വരവിനുള്ള കാലം അറിയുന്നു. എന്നാൽ എൻ്റെ ജനമോ, ഞങ്ങൾ ജ്ഞാനികൾ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്ന് അഹങ്കരിക്കുന്നു എന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ വാക്യത്തോടനുബന്ധമായിട്ട് യിരെമ്യാ പ്രവാചകൻ 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയാം എൻ്റെ നീതിയിലും ന്യായത്തിലും പ്രശംസിപ്പീനെന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 23-ാം വാക്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീ ജ്ഞാനിയാണെന്ന് തോന്നുന്നുവെങ്കിൽ ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. കാരണം ഇവയെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടവരാണ്. നമ്മളെക്കാൾ ജ്ഞാനമുള്ളവര് ലോകത്തിൽ നിന്ന് നീങ്ങിപ്പോയി. നീ ബലവാനാണ്, ഞാൻ ആരൊക്കെയോ ആണ്, നീ ബലവാനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. നമ്മെക്കാൾ ബലമുള്ളവർ ഈ ഭൂമിയിൽ നിന്ന് നീങ്ങിപ്പോയി. നീ ധനവാനാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ധനം നമ്മളെ രക്ഷിക്കുകയില്ല എന്ന് ഒരു ചെറിയ വൈറസ് പോലും നമ്മെ ഓർമ്മിപ്പിച്ചു. എന്നില്ല, ദൈവത്തിൻ്റെ നീതിയിലും ദൈവത്തിൻ്റെ ന്യായത്തിലും മാത്രം പ്രശംസിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥനയ്ക്ക് ഒരു കുറവുമില്ല. എന്നാൽ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിക്കുന്നവരാ. നമ്മുടെ ഹൃദയത്തിന് എന്താ കുഴപ്പം? നമ്മൾ പെട്ടെന്ന് വാ കൊണ്ട് എന്തെങ്കിലും പറയും, എന്നിട്ട് നമ്മൾ മറ്റുള്ളവരോട് പറയും, എൻ്റെ മനസ്സിലൊന്നും ഇല്ല, ഞാൻ ദേഷ്യം വന്നപ്പം പോട്ട്, നീ അങ്ങ് ക്ഷമി, എൻ്റെ മനസ്സിൽ എനിക്ക് ദേഷ്യം വന്നപ്പം ഞാൻ പെട്ടെന്ന് നമ്മൾ സഹോദരനോട് പറയണം, എൻ്റെ മനസ്സിലൊന്നുമില്ല, അന്നേരം എനിക്ക്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അങ്ങനെയല്ല. ഹൃദയം നിറഞ്ഞു കവിയുന്നതത്രേ വായി സംസാരിക്കുന്നത്. നമുക്കറിയാം, വേദപുസ്തകത്തിൻ്റെ ഏടുകളിൽ കൂടി പോകുമ്പോൾ അബ്രഹാം തൻ്റെ ഹൃദയത്തെ വിശ്വാസം കൊണ്ട് നിറച്ചപ്പോൾ വിശ്വാസികളുടെ പിതാവായി.
ശലോമോൻ തൻ്റെ ഹൃദയത്തെ വിജ്ഞാനം കൊണ്ട് നിറച്ചപ്പോൾ ജ്ഞാനികളിൽ ജ്ഞാനിയായി. കയീൻ തൻ്റെ ഹൃദയത്തെ ദുഷ്ടത കൊണ്ട് നിറച്ചപ്പോൾ സഹോദരൻ്റെ കൊലപാതകിയായി. യൂദ തൻ്റെ ഹൃദയത്തെ ദ്രവ്യാഗ്രഹം കൊണ്ട് നിറച്ചപ്പോൾ ഗുരുവിൻ്റെ ഒറ്റുകാരനായി. മറിയാം തൻ്റെ ഹൃദയത്തെ താഴ്മ കൊണ്ട് നിറച്ചപ്പോൾ ദൈവപുത്രന് മാതാവായി. പ്രിയമുള്ളവരെ, ഈ നോമ്പിൻ്റെ ദിവസത്തിൽ കർത്താവെ, എൻ്റെ ഹൃദയത്തിൻ്റെ സകല അഴുക്കുകളെയും കളയുവാൻ, ജീവനെ തന്നെ പ്രാപിക്കുവാൻ എനിക്ക് സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അച്ഛാ, ഒരു വശത്തൂടെ തുറക്കുമ്പോൾ മറ്റേ വശത്തടയും. എൻ്റെ മുൻപിൽ മാത്രം എന്താണ് വാതിലുകൾ? എൻ്റെ മുൻപിൽ മാത്രം എന്താണ് വാതിലുകൾ? ആരുടെ മുൻപിലാണ് വാതിൽ തുറക്കുന്നത്? ആരുടെ മുൻപിലാണ് വാതിൽ തുറക്കുന്നത്? സ്തുതി അനുതാപക്കാർ മുൻപിൽ വാതിൽ തുറക്കും രാജാവാം ഈശോ. അല്ലേ? ആരുടെ മുൻപിലാണ് വാതിൽ തുറക്കുന്നത്? സ്തുതി അനുതാപക്കാരുടെ മുൻപിലാണ്. സ്തുതിക്കുന്ന നാവുള്ളവരുടെ മുൻപിൽ മാത്രമല്ല, മറിച്ച് അനുതാപമുള്ള ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന സ്തുതികളാണ് ദൈവസന്നിധിയിൽ പ്രീതികരം. കാരണം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ യഹോവ പരിശുദ്ധൻ 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 എന്നാർക്കുന്ന മാലാഖമാരുടെ സ്തുതികൾ കൊണ്ട് സ്വർഗം തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. മനുഷ്യരിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്? സ്തുതിയുള്ള നാവും അനുതാപമുള്ള ഹൃദയവും. പ്രിയമുള്ളവരെ, അപ്പൊ ആദ്യം ശുദ്ധീകരിക്കേണ്ടത് എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെയാണ്. ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം. കാരണം ജീവനും മരണവും നമ്മുടെ ഓരോരുത്തരുടെയും മുൻപിലാണ് വെച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ ഓരോ കുർബാനയിലും ചൊല്ലാറില്ലേ, ജീവകരം, ചേർന്ന് പാടിക്കേ, മൃതികരമെന്നേവം കണ്ടിരുൾ സരണികൾ സഹദേന്മാർ ദുർഘടമാർഗം കാംക്ഷിച്ചാർ ദുഷ്ടാത്മാവോടു പടവെട്ടി ജയമോടേറി ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാം കർത്താവിൻ നാമം ധന്യം. എന്താണ് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്? എന്താണ് സഹദേന്മാർ പഠിപ്പിക്കുന്നത്? എന്താണ് വിശുദ്ധന്മാർ പഠിപ്പിക്കുന്നത്? ജീവകരവും മൃതികരവുമായ വഴികൾ, അതായത് ജീവന്റെയും മരണത്തിൻ്റെയും വഴികൾ. അല്ലയോ മക്കളെ, അന്ന് ഞങ്ങളുടെ മുൻപിലും ഉണ്ടായിരുന്നു. ഞങ്ങളെ എന്തിനാഗ്രഹിച്ചു? നൂതനമായ ജീവനെ, പുതിയതായ ജീവനെ, നിത്യമായ ജീവനെ ഞങ്ങൾ ആഗ്രഹിച്ചു. നിത്യജീവന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു? ദുർഘടമായ മാർഗങ്ങൾ ഈ ഭൂമിയിൽ ഞങ്ങൾ സ്വീകരിച്ചു. പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കഷ്ടതയും വാളും ഞെരുക്കവും തടവും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനായിരുന്നു എന്ന്. ഞങ്ങൾ ദുർഘട മാർഗങ്ങൾ സ്വീകരിച്ചു. പിന്നെ എന്തു ചെയ്തു? ദുഷ്ടാത്മാക്കളോട് ഞങ്ങൾ പടവെട്ടി. ഞങ്ങളുടെ പോരാട്ടങ്ങൾ ജഡരക്തങ്ങളോടല്ല, ഞങ്ങളുടെ പോരാട്ടങ്ങൾ ഈ ഭൂമിയിലുള്ള ജഡരക്തങ്ങളോടല്ല, സഹോദരന്മാരോടല്ല, ഞങ്ങളുടെ ഭവനത്തിലല്ല, ഞങ്ങളുടെ ജീവിത പങ്കാളിയോടല്ല, ഞങ്ങളുടെ മക്കളോടല്ല. പിന്നെ ആരോടായിരുന്നു? ഞങ്ങൾ ദുഷ്ടാത്മാക്കളോട്. എന്നെ എതിർക്കുന്ന ദുഷ്ടനെ എതിർത്തു നിൽക്കുവാൻ സർവായുധ വർഗം ധരിക്കണമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. ഈ ഭൂമിയിലെ കഷ്ടങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ കേട്ടതാണ്, കഷ്ടങ്ങൾ സാരമില്ല. സാരമില്ലേ? സാരമുണ്ട്. കഷ്ടങ്ങൾ സാരമില്ലേ? സാരമുണ്ട്. എങ്കിൽ പാടുമ്പോൾ നമ്മൾ കൂടുതൽ ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ട് പറയണം, ഇതൊന്നും എനിക്ക് സാരമില്ല. കാരണം എന്താണ്? നിത്യത തേജസ്സിന്റെ ഖനം ഓർക്കുമ്പോൾ ഇവയെല്ലാം വെറും ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ മാത്രമാണ്. നിത്യ തേജസ്സിന് വേണ്ടി ജീവനെ ഞങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങൾ ദുർഘട മാർഗങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾ ദുഷ്ടാത്മാക്കളോട് പടവെട്ടി ജയം പ്രാപിച്ചിട്ട് നമ്മുടെ മുൻപിൽ നിന്നിട്ട് വിശുദ്ധന്മാർ പറയുകയാണ്, ആവശ്യക്കാർക്ക് ആശ്രയിക്കാവുന്നതും ഭക്തന്മാർക്ക് വിശ്വസിക്കാവുന്നതുമായ നമ്മുടെ കർത്താവിനെ മുറുകെ പിടിക്കുവാൻ ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. 2, അനുഗ്രഹവും ശാപവും നമ്മുടെ മുൻപിലിരിക്കുന്നു. എന്തിനെ തിരഞ്ഞെടുക്കും? അനുഗ്രഹവും ശാപവും നമ്മുടെ മുൻപിലിരിക്കുക. എന്താ നമ്മൾ തിരഞ്ഞെടുക്കുക? അനുഗ്രഹം, അല്ലേ? അതിനൊരു കോംപ്രമൈസും ഇല്ല. നമുക്ക് എന്ത് വേണം?
നമുക്ക് അനുഗ്രഹം മതി. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. എങ്ങനെയാണ് നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത്? നമ്മുടെ പ്രവൃത്തികൾ നിമിത്തവും നമ്മുടെ പ്രാർത്ഥന നിമിത്തവും ഒക്കെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത്. നമുക്കറിയാം. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മളോടായിട്ട് പറയുന്നുണ്ട്, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീനെന്ന്. എങ്ങനെയാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്? ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ. എന്നാൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദോഷത്തിന് പകരം ദോഷം ചെയ്യാറുണ്ടോ? ശകാരത്തിന് പകരം ശകാരം ചെയ്യാറുണ്ടോ? പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എന്നോട് അയാൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാനും അയാളോട് തിരിച്ച് അങ്ങനെ ചെയ്തത്. എന്നോട് അതെന്താണ്? മാനുഷികമായ നീതി. എന്നാൽ എന്നോട് അയാൾ അങ്ങനെ ചെയ്തത് കൊണ്ട് എന്നോട് ചെയ്യാതിരിക്കാൻ എന്താണ്? മാനുഷികമായ നീതി എന്നത് പറയുന്നത് പൈശാചികമായ രീതി. എന്നാൽ അവൻ എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ അവനെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നത് ദൈവികമായ നീതി. പ്രിയമുള്ളവരെ, നമ്മൾ ഏത് നീതിയിൽ വിശ്വസിക്കുന്നവരാണ്? ദോഷത്തിന് പകരം ദോഷം നമ്മൾ ചെയ്യാറുണ്ടോ? ദോഷത്തിന് പകരം ദോഷം നമ്മൾ ചെയ്യാറുണ്ടോ? ശകാരത്തിന് പകരം ശകാരം നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ ദോഷമായിട്ട് എന്നോട് അവർ ചെയ്താൽ ഞാനും തിരിച്ച് ദോഷമായി ചെയ്യും. എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ പറയുന്നുണ്ട്, എന്നാൽ അവന് ദോഷം ഞാൻ ചെയ്യുന്നുവെങ്കിൽ ഞാൻ കള്ളനാകുന്നുവെന്ന് 1 യോഹന്നാൻ 4-ാം അധ്യായം 20-ാമത്തെ വാക്യം പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്നാൽ കുടുംബങ്ങളിൽ ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യുന്നവരാണോ നമ്മൾ? നമ്മുടെ പ്രവൃത്തി നിമിത്തം പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ കുറഞ്ഞു പോകാറുണ്ട്. 2 ശമൂവേൽ പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്കൊരു കുടുംബത്തെ കാണാൻ സാധിക്കും. ദാവീദ് രാജാവിൻ്റെയും മീഖൾ രാജ്ഞിയുടെയും കുടുംബമാണ്. ദാവീദ് രാജാവിൻ്റെയും മീഖൾ രാജ്ഞിയുടെയും കുടുംബത്തിൽ ആരാണ് മീഖൾ രാജ്ഞി? ശൗൽ രാജാവിൻ്റെ പുത്രിയാണ് മീഖൾ രാജ്ഞി. 6-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തൊട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ദാവീദ് രാജാവിന് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, യഹോവയുടെ പെട്ടകം തൻ്റെ രാജ്യത്തിനകത്ത് വരണം. അങ്ങനെ അക്ഷീണം പ്രയത്നിച്ച് യഹോവയുടെ പെട്ടകം തൻ്റെ രാജ്യത്തിനകത്തേക്ക് കൊണ്ടുവരുവാൻ ദാവീദ് രാജാവിന് സാധിക്കുകയാണ്. ദാവീദ് രാജാവ് തൻ്റെ ജനത്തോടൊപ്പം ഈ സന്തോഷത്തിൽ മതിമറന്ന് നൃത്തം ചെയ്യുകയാണ്. മുകളിൽ മട്ടുപ്പാവിൽ കിളിവാതിൽ കൂടി രാജ്ഞി നോക്കുമ്പോൾ ഒരു പഞ്ഞി നൂലങ്കി ധരിച്ച് ഒരു സാധാരണക്കാരനെ പോലെ, ഏറ്റവും എളിയവനെ പോലെ, ഏറ്റവും നിന്ദ്യനെ പോലെ നൃത്തം ചെയ്യുന്ന രാജാവിനെ കണ്ടു. ദാവീദ് പഞ്ഞി നൂലങ്കി ധരിച്ച് പൂർണ്ണശക്തിയോടെ യഹോവയുടെ മുൻപാകെ നൃത്തം ചെയ്യുന്നത് കണ്ടിട്ട് 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ മീഖൾ രാജ്ഞി ദാവീദിൻ രാജാവിനെ ഹൃദയത്തിൽ നിന്ദിച്ചു എന്നാണ് പറയുന്നത്. ഹൃദയത്തിൽ നിന്ദിച്ചു എന്ന്. അതെങ്ങനെ പ്രതിഫലിച്ചു? രാജാവ് കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ വന്ന് തൻ്റെ ജനത്തെയെല്ലാം അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. എന്നിട്ട് കൊട്ടാരത്തിനകത്തേക്ക് കടന്നു വന്ന് അനുഗ്രഹിക്കുവാനായിട്ട് കൈ ഉയർത്തിയപ്പോൾ മീഖൾ രാജ്ഞിയുടെ മുഖത്ത് മാത്രം എന്തില്ല? യാതൊരു പ്രസാദവുമില്ല. നമുക്കറിയാം അല്ലേ, വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ മുഖഭാവം കാണുമ്പോൾ എന്താണ് ആ വീട്ടിൽ നടക്കുന്നതെന്നറിയാം. ഏതായാലും ദൈവം സഹായിച്ച് കുഞ്ഞുങ്ങൾ അധികം വന്നിട്ടില്ലാത്തത് കൊണ്ട് അല്ലെ അവരോട് ചോദിക്കാമായിരുന്നു. കടന്നു വരുമ്പോൾ കറക്റ്റായിട്ട് മൂത്ത കുഞ്ഞ് ഇളയ കുഞ്ഞിനോട് പറയും, മമ്മിയുടെ അടുത്ത് പോകണ്ട, ഇങ്ങ് പോരെ, ഇന്ന് എന്തോ വീണ്ടും പോയാൽ നിനക്ക് കിട്ടും അതെല്ലാം. അല്ലേ? നമ്മളുടെ ഹൃദയത്തിൻ്റെ ഭാവം മുഖത്തിങ്ങനെ പ്രകടിപ്പിക്കാൻ നമുക്ക് ഭവനത്തിൽ സാധിക്കാറുണ്ട്. ഹൃദയത്തിനകത്ത് നിന്നയങ്ങ് തിളക്കുകയാണ്. പണ്ടത്തെ കാര്യങ്ങൾ, ആദ്യത്തെ കാര്യങ്ങൾ, പിന്നെ കുടുംബത്തിൽ നിന്ന് താമസിച്ച കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ തിളച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. പിന്നെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കും. എന്നിട്ട് പറയും, ഞാനിത് പറയത്തില്ലായിരുന്നു, നിങ്ങൾ എന്നെയും കൊണ്ട് ഞാനിത് വേണ്ടെന്ന് വെച്ചതാ, നീ എന്നെയും കൊണ്ട് പറയിച്ചു. അതുപോലെ തന്നെ മീഖൾ രാജ്ഞിയോട് ദാവീദ് രാജാവ് ചോദിക്കുക, എന്താ രാജ്ഞിയുടെ മുഖം വിളറിയിരിക്കുന്നത്? രാജ്ഞി മറുപടിയായിട്ട് പറഞ്ഞു, ഒരു നിന്ദ്യനെ പോലെ പഞ്ഞി നൂലങ്കി ധരിച്ച് ജനത്തോടൊപ്പം നൃത്തം ചെയ്യുവാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന്. അതെങ്ങനാ? ബാക്കി പറയുമ്പം നമുക്കറിയാം ആരെയാ പറയുന്നതെന്നല്ലേ.
ആരെയാണ് പറയുന്നതെന്ന് നമുക്കറിയാം. അപ്പം അത് കേട്ടിട്ട് രാജാവ് ഒട്ടും വിട്ടുകൊടുക്കാൻ പോയില്ല. 6-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ രാജാവ് പറയുന്നുണ്ട്, യഹോവയുടെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിട്ട് എന്നെ നിയമിച്ച് നിന്റെ അപ്പനേക്കാൾ ശ്രേഷ്ഠനാക്കി എന്നെ നിർത്തിയ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ ഇനിയും നൃത്തം ചെയ്യും. ആരെയും പറഞ്ഞു? എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണെന്നും പറഞ്ഞു. നിന്റെ അപ്പനേക്കാൾ ഞാൻ മിടുക്കനാണെന്നും ആര് പറഞ്ഞു? അടിക്കു തുടക്കത്തിന് വേറെ എവിടെങ്കിലും പോണോ? വീണ്ടും ഞാൻ നൃത്തം ചെയ്യും. അപ്പൊ കൂടെ മീഖൽ രാജ്ഞിയുടെ പുച്ഛത്തിൽ എന്തുണ്ട്? എങ്ങനെ രാജാവായാലും നിങ്ങൾ വെറും ആടിനെ മേയിച്ചോണ്ട് നടന്നവനല്ലേ നിങ്ങൾ എന്ന ഹൃദയത്തിലെ നിന്ന. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിലും ഇതല്ലേ ആവർത്തിക്കപ്പെടുന്നത്? പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് ചില കാഴ്ചപ്പാടുകളുണ്ട്. നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ മരുമക്കളെക്കുറിച്ച്, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്. മറ്റുള്ളവരെ പോലെ ആകാൻ ഉള്ള ആഗ്രഹം കൊണ്ട് നമ്മുടെ കൂടെയുള്ളവരെ നിന്ദിക്കുന്ന ഒരു പ്രവർത്തികൾ, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ നമ്മൾ എന്തു ചെയ്യണം? നാം അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ എന്തിനാ വിളിക്കപ്പെട്ടിരിക്കുന്നത്? അനുഗ്രഹം അനുഭവിപ്പാൻ. രാജകീയ പുരോഹിത വർഗം, ദൈവത്തിൻ്റെ സ്വന്തം ജനം അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എന്തു ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? അനുഗ്രഹിക്കുന്നവരായിരിക്കണം. നേരത്തെ നമ്മൾ ചിന്തിച്ചു ദാനിയേലിനെ കുറിച്ച്. തന്നെ സിംഹത്തിൻ്റെ കുഴിയിലേക്ക് എറിഞ്ഞ രാജാവിനെ അനുഗ്രഹിക്കാൻ ആ ദാനിയേലിന് എങ്ങനെ സാധിച്ചു? വീണ്ടും ദാനിയേലും മറുപടിയായിട്ട് 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യഹോവയാം ദൈവത്തിൻ്റെ മുൻപിലും രാജാവേ അവിടുത്തെ മുൻപിലും ഞാൻ തെറ്റു ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് എൻ്റെ ദൈവം എന്നെ വിടുവിച്ചു. ഏത് പ്രതിസന്ധിയിൽ കൂടി കടന്നു പോയാലും, ഏത് പ്രതികൂലത്തിൽ കൂടി കടന്നു പോയാലും, ഏത് നിന്ദയിൽ കൂടി കടന്നു പോയാലും നീതിയുടെ പക്ഷത്ത് ദൈവം ഇറങ്ങി വരുമെന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിൽ കൂടി നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്. നീതിമാനായ ദൈവം, നീതിയുടെ പക്ഷത്ത് ഇറങ്ങി വരുന്നവനാണ് ദൈവം. ഏത് കഷ്ടതയിൽ കൂടി കടന്നു പോയാലും നാം അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരായിരിക്കുന്നത് കൊണ്ട് എന്തു ചെയ്യണം? അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, യഹോവ എൻ്റെ ശത്രുവിൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന്. എന്താണ് ആ വാക്യത്തിൻ്റെ അർത്ഥം? ഞാൻ എൻ്റെ ശത്രുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന തീക്കനൽ എൻ്റെ ശത്രുവിൻ്റെ മേൽ ക്രിയ ചെയ്ത് അവനിലെ അശുദ്ധി ഇല്ലാതെയായിട്ട് ഞാനും അവനും തമ്മിൽ സ്നേഹത്തിൻ്റെ അഭിഷേകം ഞങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളോട് പകയ്ക്കുന്നവരെ, നമ്മളെ ദുഷിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് സാധിക്കുമ്പോൾ മാത്രം എന്നെ വേദനിപ്പിക്കുന്ന എൻ്റെ സഹോദരനെ, എന്നെ വേദനിപ്പിക്കുന്ന എൻ്റെ ജീവിത പങ്കാളിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോഴാണ് നമ്മുടെ ഭവനത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരുന്നത്. 2, പ്രാർത്ഥനയാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ അളവ്? എന്താണ് എൻ്റെ പ്രാർത്ഥനയുടെ മാനദണ്ഡം? എന്താണ് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന? പണ്ട് ഒന്നുമില്ലായ്മയുടെ കാലത്ത് ഓലമേഞ്ഞ വീട്ടില് ചാണകം മെഴുകിയ തറയിൽ ഇരുന്നു കൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച മാതാപിതാക്കളെ കണ്ടു വളർന്നവരാണ് ഇവിടെ ഇരിക്കുന്ന തലമൂത്തവരെല്ലാം. എന്നാൽ ഇന്നിൻ്റെ തലമുറയുടെ മുൻപിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് പ്രാർത്ഥിച്ച് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? പ്രാർത്ഥിക്കെന്ന് പറയുന്നതല്ലാതെ പ്രാർത്ഥനയിൽ മാതൃകയാകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? യേശു തമ്പുരാൻ മരണത്തിൻ്റെ വ്യഥയിൽ പോലും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കാരണം എന്താണ്? പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ മുൻപിൽ മറിയാം നിന്നിടും നേരെ. പ്രാർത്ഥിപ്പാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ മറിയാം നിന്ന നേരത്ത് അഗ്നിയാൽ ആവൃതനായ ഒരു ദൂതൻ ഇറങ്ങി വന്ന് മറിയാമിനെ വന്ദനം ചൊല്ലി, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവത്തിന് എന്നോട് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് കേൾക്കാൻ ഇരിക്കാറുണ്ടോ? അങ്ങനെ കുരിശ് വരയ്ക്കും, എന്തൊക്കെയോ തന്നെത്താനെ പറയും, പാമടക്കി വെക്കും, എഴുന്നേറ്റ് പോവും. അങ്ങനെ നമ്മൾ കുറച്ച് പ്രാർത്ഥിക്കും. പിന്നെ എങ്ങനെ നമ്മൾ കുറച്ച് പ്രാർത്ഥിക്കുന്നത്? അടുത്ത നമ്മുടെ പ്രാർത്ഥന കാണാതെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് ചൊല്ലി തീർക്കുന്ന, അർത്ഥമൊന്നും അറിയത്തില്ല, വെറുതെ അങ്ങ് ചൊല്ലി തീർക്കുന്ന, കരുണയുള്ള ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ചൊല്ലി തീർക്കുന്ന കുറച്ച് പ്രാർത്ഥനയാണ് നമ്മുടെ മറ്റൊരു പ്രാർത്ഥന. മൂന്നാമതൊരു കൂട്ടരുണ്ട്, ദൈവസന്നിധിയിൽ അങ്ങ് പ്രാർത്ഥിച്ചു സ്വർഗത്തിൽ നിന്ന് ഇപ്പം ഞാൻ സ്വർഗത്തെ താഴോട്ടിറക്കും. ഇങ്ങനെ പറയുന്നവരുടെ പ്രധാന പ്രശ്നം എന്താണെന്നറിയോ? ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഈ ഭാരവും പ്രയാസവും ബാഗിലാക്കി വീണ്ടും തോളയിലിടും. വൈകുന്നേരം വീണ്ടും അത് തന്നെ വിട്ടുകൊടുക്കുന്നില്ല.
ഇതെല്ലാം സാധിക്കും വരെ ഞാൻ ദൈവത്തിന് വിട്ടുകൊടുക്കത്തില്ല. എന്നിട്ട് പറയാം, അച്ഛാ എനിക്കങ്ങ് ഹൃദയത്തിന് വലിയ ഭാരവാ, പാപവും മുറുകെ പറ്റിയിരിക്കുന്ന ശാപവും ഒക്കെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് എറിഞ്ഞുകൊടുത്ത് പ്രാർത്ഥിക്കുവാൻ, വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ, ദൈവമേ നിന്റെ ഇഷ്ടം പോലെ എന്നെ ആക്കി തീർക്കണം, ദൈവമേ നിന്റെ ഇഷ്ടം പോലെ എൻ്റെ തലമുറയെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാറുണ്ടോ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ്. ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ഒരു ദൂതൻ ദാനിയേലിന്റെ അടുക്കൽ വന്നിട്ട് ദാനിയേലിനോട് പറയുക, ദൈവത്തിന്റെ പുരുഷനായ ദാനിയേലേ, നീ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച ആദ്യ നിമിഷം തന്നെ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. നീ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തിയപ്പോൾ തന്നെ ദൂതൻ വന്ന് നിന്റെ പ്രാർത്ഥനയെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ അപ്രകാരമായിരിക്കണം. ഇയ്യോബിന്റെ പുസ്തകം 11-ാം അധ്യായം 13-ാം വാക്യം പറയുകയാണ്, പ്രാർത്ഥിക്കുന്നവന്റെ മാനദണ്ഡം, നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കലേക്ക് കൈകൾ മലർത്തുമ്പോൾ ദ്രോഹം നിന്റെ കയ്യിലുണ്ടെങ്കിൽ അകറ്റണം, നീതികേട് നിന്റെ കൂടാരത്തിൽ പാർപ്പിക്കരുത്. ഇയ്യോബിന്റെ പുസ്തകം 11-ാം അധ്യായം 13-ാം വാക്യം, നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കലേക്ക് കൈകൾ മലർത്തുമ്പോൾ, ദൈവസന്നിധിയിൽ കൈകൾ മലർത്തി പ്രാർത്ഥിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ദൈവസന്നിധിയിൽ എൻ്റെ ഹൃദയത്തെ സമർപ്പിക്കണം. ഒരു പ്രാർത്ഥന യോഗത്തിനിടയ്ക്ക് എവിടെയെല്ലാം സഞ്ചരിക്കും. ഇപ്പം തന്നെ എവിടെല്ലാം പോയി, UK-ലിരിക്കുന്ന മോൻ്റെ അടുത്ത് പോയി, വീട് കുറ്റിയിട്ടായിരുന്നോ, ഗ്യാസ് അടച്ചില്ലേ, നമ്മൾ എവിടെയെല്ലാം ഫ്രീ ടിക്കറ്റിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഞ്ചരിക്കും. നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവൻ്റെ സന്നിധിയിൽ കൈകൾ മലർത്തുമ്പോൾ, അടുത്തത് ദ്രോഹം നിന്റെ കയ്യിലുണ്ടെങ്കിൽ അകറ്റുക. ആരോടെങ്കിലും ദ്രോഹമായത്, ആരോടെങ്കിലും ദോഷമായത് എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അകറ്റുക. നീതികേട് നിന്റെ കൂടാരത്തിൽ പാർപ്പിക്കരുത്. സഹോദരൻ അവകാശപ്പെട്ടത്, അന്യൻ അവകാശപ്പെട്ടത് നിന്റെ കൂടാരത്തിൽ നീ പാർപ്പിക്കാതെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. എൻ്റെ സഹോദരൻ ഒരു 5 സെന്റ് വിട്ടുകൊടുക്കുന്നതിൽ ഞാൻ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠനാകുന്നുവെങ്കിൽ വാക്കിനാലല്ല, ക്രിയയാലും സത്യത്തിലും തന്നെ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് സാധിക്കണം. ചക്കരവാക്കുകൾ പറയുന്നതിനല്ല, മറിച്ച് സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ഹൃദയപൂർവ്വം ജീവിക്കണം, ദൈവസന്നിധിയിൽ കൈകൾ മലർത്തുവാൻ. അപ്പോൾ മാത്രമാണ് ഹബക്കൂക്ക് പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മുടെ പല വ്യക്തിപരമായ പ്രാർത്ഥനയും നമ്മുടെ മക്കളുടെ മുൻപിൽ യാക്കോബിൻ്റെ പ്രാർത്ഥന പോലെയല്ലേ? യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പം നമുക്ക് കാണാൻ സാധിക്കും, യാക്കോബ് പറയുകയാണ്, നീ എനിക്ക് ഉണ്ണാനും ഉടുപ്പാനും ഒക്കെ നൽകി എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് എന്നെ തിരികെ കൊണ്ടുപോയാൽ നീ എൻ്റെ ദൈവമാണെന്ന് ഞാൻ സാക്ഷിക്കാമെന്ന്. അങ്ങനെയല്ല, ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ്, നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണമെന്ന്. എന്താ ഹബക്കൂക്ക് പ്രവാചകന്റെ പ്രത്യേകത? ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ വിഭ്രമരാഗത്തിൽ പ്രവാചകൻ പറയുന്നു എന്നാണ്. വിഭ്രമം എന്നാൽ സങ്കടം എന്നാണ് അർത്ഥം. എന്തായിരുന്നു പ്രവാചകന്റെ സങ്കടം? 3-ാം അധ്യായം താഴേക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. എസ്പെഷ്യലി 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം, പ്രവാചകൻ കണ്ണുനീരോടുകൂടി പറയുക, അത്തിമരങ്ങൾ പൂത്തില്ല എങ്കിലും, മുന്തിരിവള്ളികൾ വാടിപ്പോയാലും, ആലയിലുള്ള എൻ്റെ ആടുകളെല്ലാം ചത്തുപോയാലും, ഒലിവിൻ്റെ കായ്ക്കനികളെല്ലാം ഉതിർന്നു പോയാലും, യഹോവയാണ് എൻ്റെ ആനന്ദം, യഹോവയാണ് എൻ്റെ ബലം. എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോയാലും, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചാലും, എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞാലും, എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ മാറുകയില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി തലമുറയെ പഠിപ്പിച്ചു കൊടുത്താൽ ഒരു ചെറിയ തോൽവിയിൽ ആത്മഹത്യ ചെയ്യുവാൻ ഒരു കുഞ്ഞും പോകുകയില്ല. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കണമെന്ന് പ്രാർത്ഥനയിലൂടെ മക്കളെ പഠിപ്പിക്കണം. താഴ്ന്നിരിക്കുമ്പോൾ എൻ്റെ മുട്ടുമടക്കൽ കണ്ടിട്ട് എൻ്റെ മക്കൾ മുട്ടുകുത്തണം എന്നോടൊപ്പം. എൻ്റെ മക്കൾ എന്നോടൊപ്പം മുട്ടുകുത്തുവാൻ എൻ്റെ കണ്ണുനീർ ഹാഗാറിൻ്റെ കണ്ണുനീര് പോലെ ഒഴുകുന്നത് കാണണം. ഹാഗാറിൻ്റെ കണ്ണുനീര് കണ്ടിട്ട് കുഞ്ഞിൻ്റെ മുൻപിൽ ഉറവയെ തുറന്നു കൊടുത്തവനായ ദൈവം മാതാപിതാക്കളായ നമ്മുടെ കണ്ണുനീര് കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. നമുക്കറിയാം, വട്ടശ്ശേരി തിരുമേനി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഓടിളക്കി ഒരു കള്ളൻ തിരുമേനിയെ കൊല്ലുവാനായിട്ട് ഇറങ്ങി വരികയാണ്. തിരുമേനി കരഞ്ഞു പായ നനഞ്ഞു കുതിരുന്നത് കണ്ടിട്ട് കത്തി താഴെയിട്ട് അവൻ തിരുമേനിയുടെ മുൻപിൽ മുട്ടുകുത്തി എന്ന് പറയുന്ന
പിതാക്കന്മാരുടെ പാരമ്പര്യമുള്ള സഭയിലെ മക്കളല്ലേ നമ്മൾ. എന്താണ് നമ്മുടെ പൈതൃകം? അതുകൊണ്ടാണ് കാലം ചെയ്തുവെങ്കിലും കാലത്തിൽ കൂടി ജീവിക്കുന്ന പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി തൻ്റെ മക്കളോട് പറയുന്നത്, മൂല്യച്യുതിയുടെ മലവെള്ളപ്പാച്ചിലിൽ ഒരു തടശില പോലെ നിൽക്കുവാൻ മൂല്യബോധമുള്ള മാതാപിതാക്കൾ സഭയിലും സമൂഹത്തിലും ജീവിച്ചിരിക്കണമെന്ന്. 2, നമ്മുടെ കുടുംബ പ്രാർത്ഥന. എവിടെയാണ് എൻ്റെ കുടുംബ പ്രാർത്ഥന ചെന്ന് നിൽക്കുന്നത്? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. രാവിലെയും വൈകുന്നേരമെങ്കിലും ഒന്നിച്ച് കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? 2 വർഷം ചിലരൊക്കെ അങ്ങ് സങ്കടം പറയൂ, അച്ഛാ ഞങ്ങൾക്ക് പള്ളി വരാത്തത് കൊണ്ട് ഒത്തിരി സങ്കടമുണ്ട് അച്ഛാ, അതുകൊണ്ട് ഞങ്ങൾ ഓൺലൈനായിട്ട് കുർബാന കണ്ടങ്ങ് ആശ്വസിക്കോ അച്ഛാ. ചുമ്മാതാ. ആ കൂടെ കറിക്കരിയാം, ആ കൂടെ പത്രം വായിക്കാം, സെറ്റിയെ കിടന്നുകൊണ്ട് കുർബാന കാണാം. ഇനി സണ്ണിയച്ഛൻ്റെ കുർബാന പോരെങ്കിൽ കൊച്ചച്ഛൻ്റെ കുർബാന കേൾക്കാം. ഇവർ 2 പേരും പോരെങ്കിൽ പരുമല കേൾക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ചില നമ്മൾ ചൂസ് ചെയ്യാം ഭയങ്കരം. നമുക്ക് ഇഷ്ടമുള്ളവരുടെ മാറി. ഇതല്ല പരിശുദ്ധ കുർബാന. ഇതാണോ കുടുംബ പ്രാർത്ഥന? എൻ്റെ കുടുംബ പ്രാർത്ഥനയുടെ അളവ് എവിടെയാണ് വന്ന് നിൽക്കുന്നതെന്ന് നമ്മുടെ തലമുറയെ നോക്കിയാൽ കാണാം. കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ എങ്ങനെയാണ്? ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ഇയ്യോബ് അതികാലത്തെ എഴുന്നേറ്റ് പതിവ് പോലെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് തൻ്റെ മക്കൾ തെറ്റു ചെയ്തു പോയോ എന്നോർത്ത് ദൈവസന്നിധിയിൽ അവരെ ശുദ്ധീകരിച്ചു പ്രാർത്ഥിച്ചു. 2, ഇയ്യോബ് അവരുടെ പേരിൽ യാഗമർപ്പിച്ചു പ്രാർത്ഥിച്ചു. കുടുംബ പ്രാർത്ഥന. പണ്ട് ഒരു പായിലിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് അവർക്ക് ഒരേ ആശയങ്ങളായിരുന്നു, അവർക്ക് ഒരേ തീരുമാനങ്ങളായിരുന്നു. അവരുടെ ഭവനത്തിൽ ഒരു ശബ്ദമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മളെല്ലാം സംസാരിക്കുന്നത് ഒരു ഭാഷയിലാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഭാഷ തമ്മിൽ മനസ്സിലാകുന്നില്ല. നീ എന്തോ എൻ്റെ പുറകെ നടന്ന് നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളെന്തോ എന്നോട് ഈ കിടന്ന് അലയ്ക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താണ് നമുക്ക് പരസ്പരം മനസ്സിലാകാത്തത്? ഉൽപ്പത്തി പുസ്തകത്തിന്റെ 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ആകാശത്തോളം ഉയരത്തിൽ ഗോപുരം പണിയുന്ന ദൈവത്തിന്റെ ജനത്തിന്റെ ഭാഷ ദൂതനിറങ്ങി വന്ന് കലക്കിക്കളഞ്ഞു. അമ്പര ചുംബികളായ ഭവനങ്ങള്, സുഖലോലുപതയുടെ നടുവില് പ്രാർത്ഥനയ്ക്ക് മാത്രം വളരെ കുറച്ച് സമയം, അഥവാ പ്രാർത്ഥിച്ചാൽ തന്നെ മുക്കിലും മൂലയിലും അവിടെ ഇവിടെ ഇരുന്നാ തുടങ്ങിക്കോ. ഓർഡർ കൊടുത്തിട്ട് പോകുന്ന അപ്പൻ, കടുവറുത്തിട്ട് വരാമെന്ന് പറയുന്ന അമ്മ. ഇതായിരുന്നില്ല പണ്ടത്തെ കുടുംബ പ്രാർത്ഥന. ഒന്നിച്ച് ഒന്നുമില്ലായ്മയിൽ യഹോവയാണ് എൻ്റെ ഇടയൻ, ഞങ്ങൾക്കൊന്നിനും കുറവില്ല എന്ന് പറഞ്ഞ് വിശ്വാസത്തിൻ്റെ മതിലുകളെ ഉറപ്പിച്ച് പണിയുവാൻ നമ്മെ പഠിപ്പിച്ച പിതാക്കന്മാരുടെ പിൻതലമുറക്കാരല്ലേ നമ്മൾ. നമ്മുടെ മക്കളുടെ മുൻപിൽ കുടുംബ പ്രാർത്ഥനയിൽ നമുക്ക് മാതൃകകളാവാൻ സാധിക്കുന്നില്ല എങ്കിൽ കാലം നമ്മളോട് കണക്ക് പറയും. കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകി വരുവാൻ ദൈവം നമ്മുടെ മുൻപിൽ നീതിമാനായ വിധികർത്താവായിട്ട് നിൽക്കും. ആമോസ് പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മതിലിന്മേൽ തൂക്കുകട്ടയുമായിട്ട് യഹോവയാം ദൈവം നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്നെ തൂക്കി നോക്കുന്ന ദൈവം എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ മക്കളുടെ മുൻപിൽ മാതൃകയാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. വീണ്ടും ആരാധന. നമ്മുടെ ആരാധന വളരെ ഡിഫറൻ്റ് ആയിട്ട് പോയൊരു കാലമാണ് ഈ കോവിഡ് കാലം, അല്ലേ? പക്ഷെ എന്തിനായിരുന്നു ദൈവം അങ്ങനെ അനുവദിച്ചത്? 2 വർഷം എന്തിനായിരുന്നു ദൈവം അനുഗ്രഹിച്ചത്? നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളെ ദേവാലയമാക്കുവാൻ ദൈവം അവസരം തന്നതായിരുന്നു. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയാറില്ലേ, നീ എവിടെ വരെ പോകുമെന്ന് കാണാൻ ഞാൻ മിണ്ടാതെ ഇരുന്നതാണ്, ഇങ്ങ് വാ എന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ വിളിക്കാറില്ലേ? 2 വർഷം ഭവനത്തെ ദേവാലയമാക്കുവാൻ അപ്പനും അമ്മയ്ക്കും മക്കൾക്കും കർത്താവ് അനുവാദം നൽകിയിട്ട്, പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനത്തെ ദേവാലയമാക്കാൻ നമുക്ക് സാധിച്ചോ? ലേവിയ പുസ്തകം 23-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങളിൽ മോശയോടെ യഹോവയാം ദൈവം അരുളി ചെയ്യുന്നുണ്ട്, 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ആയിരിക്കണം. അന്ന് നിങ്ങൾ ആത്മതപനം ചെയ്യുകയും യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കുകയും ചെയ്യണം. വീണ്ടും 29-ാം വാക്യം പറയുന്നു, അന്ന് ആത്മതപനം ചെയ്യാത്ത ഏവനെയും അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. ഇതാണ് 3 കാര്യം ഇന്നും പരിശുദ്ധ കുർബാനയിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗമായിരിക്കണം.
6 ദിവസം സൃഷ്ടികർമ്മം നിർവഹിച്ചിട്ട് 7-ാം ദിവസം വിശ്രമമെന്ന് യഹോവയാം ദൈവം പറഞ്ഞുവെങ്കിൽ ദൈവസന്നിധിയിൽ വിശ്രമിക്കുവാൻ ദൈവത്തിൻ്റെ മക്കൾക്ക്, ദൈവസന്നിധിയിൽ ആശ്വാസം കണ്ടെത്തുവാൻ ദൈവത്തിൻ്റെ മക്കൾക്ക് സാധിക്കുന്നുണ്ടോ? സകലത്തിൻ്റെയും ദശാംശം യഹോവയ്ക്കുള്ളതാണ്, അല്ലേ? മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ദശാംശത്താലല്ലാതെ ദൈവത്തെ തോൽപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സമയത്തിൻ്റെ ദശാംശം എൻ്റെ ദൈവത്തിനുള്ളതാണ്. 6 ദിവസം നിന്നെ കാത്തു പരിപാലിച്ച ദൈവം, ഉണ്ണാതെയും ഉടുക്കാതെയും നിനക്ക് വേണ്ടി നോക്കിയിരുന്ന ഇസ്രായേലിൻ്റെ പരിപാലകൻ, ഉറങ്ങാതെ മയങ്ങാതെ ദൃഷ്ടി മാറാതെ നിന്നെ നോക്കിയിരുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ദിവസം ചെലവഴിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നില്ല എങ്കിൽ എന്തൊരു ക്രിസ്തീയ ജീവിതമാണ് നമ്മുടെ ജീവിതം? എന്തൊരു ക്രിസ്തീയ ജീവിതമാണ് നമ്മുടെ ജീവിതം? അതുകൊണ്ടാണ് 7-ാം ദിവസം എന്തായിരിക്കണം? നിങ്ങൾക്ക് വിശുദ്ധ സഭാ യോഗമായിരിക്കണം. വെറുതെ ഒരു യോഗമല്ല, വെറുതെ ഒരു സഭായോഗമല്ല. അങ്ങനെയുള്ളവർ ഒത്തിരി പേരുണ്ട്. യോഗത്തിന് പോവാന്ന് പറയുന്നത് നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ കുർബാന ക്രമത്തിന്റെ മുൻപിൽ എഴുതിയിരിക്കുന്ന എന്താണ്? വിശുദ്ധ കുർബാന ക്രമം. എന്താണത് വിശുദ്ധമായത്? എന്തുകൊണ്ടാണത് വിശുദ്ധമായത്? ക്രോബേന്മാരുടെ തേരതുപോലെ സ്ഥിരമീ മദ്ബഹ സ്വർഗത്തിൻ സേനകളുണ്ടതിനെ ചുറ്റിക്കൊണ്ട്. എന്താണ് മദ്ബഹ? ക്രോബകൾ ഇറങ്ങുന്ന തേരാണ് മദ്ബഹ. ആരാണ് ക്രോബകളിന്മേൽ ഇരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാം, പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമാണ് ക്രോബകളിന്മേൽ ഇരിക്കുന്നത്. ആരാണ് ക്രോബകൾ? നീലക്കണ്ണുള്ള മാലാഖമാരാണ് ക്രോബകൾ. അവർ വഹിക്കുന്ന തേരിൽ മദ്ബഹായിലേക്ക് ഇറങ്ങി വരുന്നത് ആരാണ്? പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവം. പിന്നെ എന്തു പറയുന്നു? സ്വർഗത്തിന്റെ സേനകൾ അതിനു ചുറ്റുമുണ്ട്. 6 ചിറകുള്ള സെറാഫുകൾ, കെരൂബുകൾ ഒക്കെ ഇറങ്ങി വന്ന് പെരുവെള്ളത്തിന് ഇരമ്പൽ പോലെ സ്വർഗീയ സ്തുതികളിൽ വസിക്കുന്നവർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പുരോഹിതനോടൊപ്പം പരിശുദ്ധ മദ്ബഹായിൽ ഇറങ്ങി വരുമ്പോൾ താഴെ നിൽക്കുന്നത് ആരാണ്? ഒരു സ്ഥലത്ത് വിശുദ്ധ പുരുഷന്മാരും മറുസ്ഥലത്ത് വിശുദ്ധരായ സ്ത്രീജനങ്ങളും. നടുക്ക് നിൽക്കരുതെന്നും കുഞ്ഞുങ്ങളെ ഓടിക്കരുതെന്നും പഴയ അച്ഛന്മാർ വഴക്ക് പറയുമ്പം നമ്മൾ ചോദിക്കും, എൻ്റെ കുഞ്ഞൊന്ന് ഓടിയാൽ അച്ഛനെന്തോ ഇത്ര കുഴപ്പം? എന്താ കാര്യം? ഈ മദ്ബഹായുടെ ഈ നിൽക്കുന്നതിൻ്റെ നടുഭാഗം മരിച്ച വിശ്വാസികൾ വന്ന് നിൽക്കുന്നതാണെന്നാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ പാരമ്പര്യവും. അപ്പോഴാരൊക്കെയാണ് ജീവിച്ചിരിക്കുന്നത്? നമ്മൾ, മരിച്ച നമ്മുടെ പിതാക്കന്മാർ, സ്വർഗീയ സൈന്യം, ഉപരിയായിട്ട് ആരാണ്? പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവം. അവരുടെ സന്നിധിയിൽ രഹസ്യ പ്രാർത്ഥനയ്ക്കായിട്ട് പുരോഹിതൻ അവിടേക്ക് കടന്നു ചെന്ന് സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയായി ഓരോ പുരോഹിതനും അവിടെ മാറുകയാണ്. പിന്നെ എന്ത് സംഭവിക്കുകയാണ്? അവിടെ നടക്കുന്ന സ്വർഗീയ ആരാധന തുടങ്ങുന്നത് എങ്ങനെയാണ്? മറനിൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, നിന്നെ പ്രസവിക്കുന്ന മറിയാമും നിന്നെ മാമോദീസ മുക്കുന്ന യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. അപ്പോൾ ആര് വന്നു നിൽക്കുന്നുണ്ട്? കർത്താവിനെ പ്രസവിച്ച അമ്മ, പിതാവാം ദൈവത്തിന്റെ ഇഷ്ടപുത്രിയും പുത്രനാം ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ മണവാട്ടിയുമായിരിക്കുന്ന സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ ദൈവമാതാവ് ഇറങ്ങി വന്നിരിക്കുന്നു. കർത്താവിന്റെ മാമോദീസ തൻ്റെ നിയോഗത്താൽ ഏറ്റെടുത്ത് ഭൂമിയിലേക്ക് കടന്നു വന്ന യോഹന്നാൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഇതാ പരിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ പുരോഹിതൻ പറയുകയാണ്, ഇവരുടെ വലിയ നിര, അല്ലേ? എഫേസ്യ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ പറയത്തില്ലേ, സാക്ഷികളുടെ വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിന്നിരിക്കുന്നു. ആകയാൽ മുറുകെ പറ്റിയിരിക്കുന്ന ശാപത്തെയും പാപത്തെയും ഉപേക്ഷിക്കണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഈ ദിവസം എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ എൻ്റെ ക്രിസ്തീയ ജീവിതം എന്തോന്നാണ്? 2 വീണ്ടും ലേവ്യ പുസ്തകം പറയുകയാണ്, 2 അന്ന് നിങ്ങൾ ആത്മതപനം ചെയ്യണം. അന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആത്മതപനം ചെയ്യണം. പരിശുദ്ധ കുർബാന ആരംഭിച്ചു കഴിഞ്ഞിട്ട് തൃത്വസ്തുതികൾക്ക് ശേഷം ഏവൻഗേലിയോൻ വായിച്ചതിന് ശേഷം അച്ഛൻ ഉയരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രൊമിയോൻ സെതറ ചൊല്ലുകയാണ്. അത് ആർക്കുള്ളതാ? അച്ഛനുള്ളതല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ ഏറ്റവും നന്നായി കറങ്ങുന്ന ഫാൻ എവിടെ കിട്ടും? എനിക്ക് അനുയോജ്യമായ സ്ഥലത്തൊക്കെ പോയി, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊടിമരമുണ്ട്, സ്റ്റെപ്പുണ്ട്. കാരണം ഞാനാണല്ലോ ഭൂമിയെ മുഴുവൻ സ്പന്ദനം. അവിടെ എല്ലാം നിയന്ത്രിക്കുന്നു. പിള്ളേരുള്ളവരെല്ലാം പിള്ളേരെ കളിപ്പിച്ച് പള്ളിക്ക് ചുറ്റും നടക്കുന്നു, അല്ലേ? ആ 2 മണിക്കൂർ ബിസ്ക്കറ്റ് തിന്നില്ല നമ്മുടെ കുഞ്ഞിന് എന്ത് പറ്റും?
നമ്മുടെ കുഞ്ഞങ്ങ് മരിച്ചു പോകും 2 മണിക്കൂർ ബിസ്ക്കറ്റ് കഴിച്ചില്ലെങ്കിൽ. അങ്ങനെ കുറച്ച് പേര് ഇതിന് ചുറ്റും നടക്കും. പിന്നെ മരത്തിൻ്റെ ചോട്ടിൽ, കൊടിമരം, മതിൽ, അവിടെ കുറച്ച് പേര്. നമ്മളെല്ലാം അങ്ങ് ക്രിസ്തുവിന് വേണ്ടി അങ്ങ് യത്നിച്ച് വീട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഇവിടെ എന്ത് നടക്കുകയാണ്? കർത്താവ് തമ്പുരാൻ നമുക്ക് വേണ്ടി വീണ്ടും ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞ് മുറിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് പ്രൊമിയോൻ സദറയിൽ ഒരു പുരോഹിതൻ ചൊല്ലുന്നത്, ഭൂമിയിലെ നിന്ദ്യ പൂഴിയായ ഞാൻ ദൈവസന്നിധിയിൽ ഈ ജനത്തിനു വേണ്ടി അപേക്ഷിക്കുന്നു, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവേ, ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നോർത്ത് ഹൃദയം മുറിഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കണം. കാരണം എന്താണ്? ലേവ്യ പുസ്തകം 23-ാം അധ്യായം 29-ാം വാക്യം പറയുക, ആത്മതപനം ചെയ്യാത്ത ഏവനെയും തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയണമെന്ന്. അവൻ അനുഗ്രഹമില്ല, അവൻ പുറത്ത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. വീണ്ടും പുരോഹിതൻ വീണ്ടും പ്രധാന ശുശ്രൂഷകളിലേക്ക് പ്രവേശിച്ച് കർത്താവിൻ്റെ തിരുശരീരം കയ്യിലെടുത്തുകൊണ്ട് പറയുകയാണ്, ഇത് കർത്താവിൻ്റെ തിരുശരീരമാക്കി മാറ്റപ്പെടുന്നു. പരിശുദ്ധ റൂഹ ആവസിച്ച് ഇത് കർത്താവിൻ്റെ തിരുശരീരമാകട്ടെ, പരിശുദ്ധ റൂഹ ആവസിച്ച് ഇത് കർത്താവിൻ്റെ തിരുരക്തമാകട്ടെ. ഇതെപ്പോഴാണ് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറയാമോ? ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇഷ്ടമുള്ളൊരു സമയമാണ്, തുബ്ദേൻ്റെ തൊട്ട് മുൻപിൽ. അപ്പം നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ എവിടെയാണ്? പരിശുദ്ധ റൂഹ ആവസിക്കുകയോ കർത്താവിൻ്റെ തിരുശരീരമാകുകയല്ല, മറിച്ച് മുഴുവൻ ചൊല്ലിയിട്ടിരിക്കണോ, അതിനു മുമ്പ് ഇരിക്കണോ? ആദ്യം ഇരുന്നില്ലെങ്കിൽ അവിടെ ഇരിക്കും. അങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങളിൽ ഉടക്കിക്കിടക്കുന്ന ആത്മീയതയല്ല, മറിച്ച് കണ്ണുനീരോടുകൂടി എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ടവനെ, നിന്റെ തിരുസന്നിധിയിൽ ഞാനിതാ കടന്നു വന്നിരിക്കുന്നു. ഈ യോബ് തൻ്റെ മക്കളെ ശുദ്ധീകരിച്ചു പ്രാർത്ഥിച്ചു. എന്തിന്? എൻ്റെ മക്കൾ തെറ്റു ചെയ്തു പോയോ എന്നോർത്ത്, മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. മക്കളുടെ വിസയോർത്തല്ല, എൻ്റെ മക്കൾ ദൈവസന്നിധിയിൽ ദോഷികളാകാതിരിപ്പാൻ, വിശുദ്ധരായിട്ട് ജീവിപ്പാൻ എൻ്റെ തെറ്റുകൾ കാരണമാകരുതേ, എൻ്റെ ചിന്തകൾ കാരണമാകരുതേ, എൻ്റെ അസൂയ കാരണമാകരുതേ എന്ന് കണ്ണുനീരോടെ പരിശുദ്ധ കുർബാനയിൽ ദേവാലയത്തിനകത്ത് നിന്ന് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ മക്കളാണ് നമ്മൾ. അതിനുശേഷം പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ പാടാറുണ്ടല്ലേ, വാനവരിടയിൽ അസൂയാദോഷം പാടുണ്ടെങ്കിൽ എന്താണ്? മാനുഷ്യസുതരോട് ആക്രോപയന്മാർക്കതുണ്ട്. കാരണം എന്താണ്? നമ്മുടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ ഭക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും അവകാശമില്ല. ആർക്കേ ഉള്ളൂ? ദൈവത്തിൻ്റെ മക്കളായ നമുക്കേ ഉള്ളൂ. യോഹന്നാൻ ശ്ലീഹ 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മൾ സ്വർഗത്തിൻ്റെ കൂട്ടവകാശികളാണ്. കൂട്ടവകാശികളായിട്ട് സ്വർഗീയ അപ്പം ഭക്ഷിക്കുവാൻ ജീവനെ ആഗ്രഹിക്കുന്നവരായ നമ്മൾ, ജീവനെ കാംക്ഷിക്കുന്നവരായ നമ്മളുടെ ഇടയിൽ ജീവന്റെ അപ്പമായിട്ട് സ്വർഗം കീറി ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രൻ, മാലാഖമാരുടെ നാട്ടിൽ ക്രോപകൾ വഹിക്കുന്ന തേരിൽ അഗ്നിസിംഹാസനത്തിൽ ആരൂഢനായിരുന്ന പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നവനായ പുത്രൻ, ഏദനിൽ പിതാവിനോടൊപ്പം വൃക്ഷത്തൈകളെ നട്ടവനായ പുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് താഴ്ന്ന് 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 കാലിത്തൊഴുത്തോളം താഴ്ന്ന് കാൽവരിയോളം താഴ്ന്ന് നമുക്ക് വേണ്ടി മുറിക്കപ്പെടുമ്പോൾ, കർത്താവേ എന്നെ തന്നെ ഒന്ന് മുറിക്കണമേ, എന്നെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, ഒന്ന് താന്നു കൊടുക്കാൻ, ഒന്ന് വിട്ടുകൊടുക്കാൻ, ഒന്ന് ക്ഷമിക്കാൻ, എന്നെ നിയന്ത്രിക്കാൻ, എൻ്റെ നാവിനെ, എൻ്റെ ഹൃദയത്തെ ഒന്ന് ഓരോ കുർബാനയിലും ആത്മതപനം ചെയ്യുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ പ്രീതികരമാകുന്നത്. നമ്മളോട് ഓരോരുത്തരോടും സമാധാനത്തോടെ പോകുവിനെന്ന് അച്ഛൻ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഇപ്രകാരം കണ്ണുനീരുകൊണ്ട് അവൻ്റെ പാദം കഴുകി. എന്തിനാണ് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്? എൻ്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. എന്തിനു വേണ്ടിയാ? അവിടുത്തെ പരിശുദ്ധ ശരീരം ഞാൻ ഭക്ഷിക്കുന്നതിനാൽ എൻ്റെ ദുർമോഹങ്ങൾ ഇല്ലാതെയാകണം. എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആയതുകൊണ്ടല്ല, എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ടല്ല. ഇതൊക്കെയാണ് നമ്മൾ കുർബാന സ്വീകരിക്കാൻ വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ. എന്നാൽ എൻ്റെ ദുർമോഹങ്ങൾ ഇല്ലാതെയാകണം. ജീവനുള്ള കാസായിൽ നിന്ന് ഞാൻ പാനം ചെയ്യുന്നതിനാൽ എൻ്റെ ദുർവികാരങ്ങൾ ഇല്ലാതെയാകണം. അപ്രകാരം കണ്ണുനീരോടുകൂടി അയോഗ്യതയില്ലാതെ ക്രിസ്തുവിൻ്റെ ശരീരം ഭക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് നാം ആരും വിശുദ്ധരായി തീരാത്തത്. കേവലം 9 മാസം ദൈവത്തിൻ്റെ പുത്രനെ വഹിച്ചപ്പോൾ പരിശുദ്ധ അമ്മ വിശുദ്ധയായി തീർന്നു, മറിയാം വിശുദ്ധയായി തീർന്നു. എന്നാൽ ഇത്രയും കാലം ദൈവത്തിൻ്റെ പുത്രനെ അധരത്തിൽ ഏറ്റുവാങ്ങിയിട്ട്
എന്തേ നാം ആരും വിശുദ്ധരായി തീർന്നില്ല? ഇത്രത്തോളം നോമ്പ് നോറ്റിട്ട് എന്തേ നാം ആരും വിശുദ്ധരായി തീർന്നില്ല? നോമ്പോട് ചേർത്ത് ജീവിതത്തെ മാറ്റുന്നില്ല എങ്കിൽ നാം ആരും വിശുദ്ധരായി തീരില്ല. ലൂക്കോസ് ലീഹയുടെ സുവിശേഷം 13-ാം അധ്യായം 3-ാം വാക്യം, അല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നമ്മളെല്ലാവരും, വാക്യത്തിൽ നിങ്ങളെല്ലാവരും എന്നാ, ഞാൻ എന്നെ കൂടെ ചേർത്ത് പറയാ, അല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. അങ്ങനെ തന്നെ നമ്മുടെ തലമുറ നശിച്ചു പോകാതിരിപ്പാൻ, അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഒടുവിൽ പരിശുദ്ധ കുർബാന പടിഞ്ഞാറൊട്ടേക്ക് അച്ഛൻ കടന്നു വരുമ്പോൾ നമ്മളെല്ലാം പെട്ടെന്നാണ് ആത്മീയരാവുന്നത്. ഓടിപ്പോയവരെല്ലാം ഉയർപ്പിൽ, അല്ലെ, ക്രൂശിങ്കിൽ ഓടിപ്പോയവരെല്ലാം ഉത്ഥാനത്തിൽ വന്നു ചേർന്നു എന്ന് പറഞ്ഞ പോലെ പടിഞ്ഞാറോട്ട് എടുക്കുമ്പം 4 പാടുന്നു ഓടി പള്ളിയിലോട്ടൊക്കെ വന്ന് ഇവിടെ എന്തോ അത്യാഹിതം സംഭവിക്കുന്ന പോലെ ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പൊതുവെ കണ്ടുവരുന്നൊരു ഇതാണ്. അന്നേരം എല്ലാവരും ഓടി വരും. എന്നിട്ട് ഈ വാതിലിൽ കൂടെ ഒക്കെ അവിടെ എന്തോ, യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുക? കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ കർത്താവ് കാൽവരിയുടെ നെറുകയിൽ എനിക്ക് വേണ്ടി മുറിക്കപ്പെടുന്നത് കാണുവാൻ നമ്മുടെ ആത്മാവിൻ്റെ കണ്ണിന് സാധിക്കണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അടിയേൽക്കുന്നത് കാണാൻ, എൻ്റെ ചിന്തകളെ ചൊവ്വാക്കാൻ അവൻ മുൾമുടി വഹിക്കുന്നത് കാണുവാൻ, എൻ്റെ ശാപത്തെ തകർക്കുന്ന എൻ്റെ കർത്താവിൻ്റെ പുറത്തൂടെ രക്തമൊഴുകുന്നത് കാണണം. എൻ്റെ പാപത്തിൻ്റെ ഭാരം ചുമന്നുകൊണ്ട് അവൻ കാൽവരിയുടെ നെറുകയിലേക്ക് നടന്നു നീങ്ങുന്നത് കാണണം. കുരിശിൻ്റെ ചുവട്ടിൽ നെഞ്ചു പൊട്ടിയിരുന്നിട്ടും ഇതാണ് നിൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്ന ഒരു അമ്മയെപ്പോലെ ഈ അമ്മമാർക്കായിത്തീരണമെങ്കിൽ അപ്രകാരം കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കും. തൻ്റെ ഏകജാതനായ പുത്രൻ കുരിശിൽ പിടഞ്ഞു മരിക്കുമ്പോഴും മൗനമായിരുന്ന് ലോകത്തെ രക്ഷിച്ച പിതാവിൻ്റെ ആ സൗമ്യത നമ്മുടെ അപ്പന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധ കുർബാനയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, ആത്മാവ് കൊണ്ട് കാണുവാൻ, ഹൃദയം കൊണ്ട് എൻ്റെ ക്രിസ്തുവിനെ കാണുവാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ എൻ്റെ ക്രിസ്തു എന്നിൽ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ എൻ്റെ എംപ്റ്റിനെസ്സിൽ കൽഭരണികളെ നിറയ്ക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ മാറ്റപ്പെടാത്ത എൻ്റെ കുഷ്ഠം, മാറ്റപ്പെടാത്ത എൻ്റെ തളർവാദം, മാറ്റപ്പെടാത്ത എൻ്റെ വരണ്ട സ്വഭാവങ്ങൾ, മാറ്റപ്പെടാത്ത എൻ്റെ അന്ധതകൾ, ഇവയെല്ലാം മാറി കല്ലറയിൽ അടഞ്ഞുകിടന്ന ലാസറെ പുറത്തു വരിക എന്ന് പറയുന്നത് പോലെ എൻ്റെ കർത്താവിൻ്റെ ശബ്ദം കേട്ട് പുറത്തു വരുവാൻ, ഹൃദയത്തിനൊരു രൂപാന്തരം ഉണ്ടാകുവാൻ, നാവിനൊരു രൂപാന്തരം ഉണ്ടാകുവാൻ, പ്രവൃത്തികൾക്കൊരു രൂപാന്തരം ഉണ്ടാകുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൽ സാധിക്കണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 8-ാം വാക്യം, കാലാളുകളോടുകൂടി നീ ഓടി ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോടൊപ്പം എങ്ങനെ ഓടും? സമാധാനമുള്ള ദേശത്ത് ഇങ്ങനെ നിർഭയനായി വസിച്ചാൽ യോർദാന്റെ വൻകാട്ടിൽ എന്തു ചെയ്യും? കാലാളുകളോടുകൂടി കൃപയുടെ ഈ ലോകത്തിൽ ഒരിക്കൽ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, കർത്താവേ ഞാനിതാ, എൻ്റെ തലമുറ ഇതാ എന്ന് പറയുവാൻ തക്കവണ്ണം കണ്ണുനീരോടുകൂടി വ്യക്തി പ്രാർത്ഥനകളിൽ ദൈവത്തോട് അടുത്ത് ചെല്ലാം. കുടുംബ പ്രാർത്ഥനകളെയൊക്കെ ഒന്ന് പുതുക്കി പണിയാം. ആരാധനയിൽ കൂടുതൽ ഊർജ്ജസ്വലരായി തീരാം. നോമ്പിനെ അതിൻ്റെ വിശുദ്ധിയോടുകൂടി, നാവിനെയും ഹൃദയത്തെയും നിയന്ത്രിച്ച് വിശുദ്ധമായവനെ വിശുദ്ധിയിൽ ആരാധിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോശുവ പ്രവാചകൻ ഓർമ്മിപ്പിക്കുകയാണ്, ഈ വഴിക്ക് നിങ്ങൾ മുൻപേ പോയിട്ടില്ല, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. കർത്താവേ, എന്നെ തന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ ദേശത്തെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദേവാലയത്തിൽ കടന്നു വരുവാനും ഒന്നിച്ചായിരിക്കാനും ഇടവരുത്തിയ സർവശക്തനായ ദൈവത്തിന് കോടാനുകോടി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു പെരുന്നാളിൻ്റെ കാര്യം. ഇതിനു മുൻപ് ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഈ പല മൈക്കുകൾ ഉപയോഗിച്ച് മൈക്കിൽ നിന്ന് എനിക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടായി. ഒത്തിരി ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി, ഒത്തിരി അമൃതയിലും ഭാരത് ഹോസ്പിറ്റലൊക്കെ വലിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തി. അപ്പം ലാരിങ്സിന് ഫുൾ ഇൻഫെക്ഷനായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഞാൻ എറണാകുളത്ത് വന്ന സമയത്ത് അനിയൻ്റെ വൈഫ് പറഞ്ഞു, നമ്മൾ കടമറ്റം വഴിയാണ് പോകുന്നത്, നമുക്ക് അവിടെ കയറി ഒന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് ശബ്ദമേ ഇല്ല, കീ എന്നുള്ള 2 ശബ്ദം മാത്രമേ ഉള്ളൂ. ഞാൻ 1.5 മാസത്തോളം ലീവ് എടുത്തിരിക്കുകയായിരുന്നു, സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ജോലിക്ക് പോവാതെ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ അടയാളങ്ങളിലും ദൈവത്തെ കാണുകയല്ല, മറിച്ച് ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി നിങ്ങൾ ഭാഗ്യമുള്ള ജനതയാണ്. ഈ ദേവാലയത്തിൻ്റെ വിശുദ്ധിയെ ആ വിശുദ്ധിയായിട്ട് ആർജിച്ചെടുത്ത് ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ച് ഈ ദേവാലയത്തിൻ്റെ പരിശുദ്ധി അടുത്ത തലമുറയിലേക്ക് കൊടുക്കുവാൻ നിങ്ങളുടെ വിശ്വാസവും നല്ല മാതൃകയും മക്കളുടെ മുൻപിൽ കാട്ടിക്കൊടുക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന് കോടാനുകോടി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു.